നമസ്കാരം, വേദാസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിന്റെ പാർട്ട് 1-ലെ യൂണിറ്റ് 1 ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. ഇപ്പൊ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന യൂണിറ്റിനെ പറ്റിയും അതിന്റെ തുടക്കത്തിലെ വർക്കുകളും ആക്ടിവിറ്റികളും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ അല്ലെങ്കിൽ ആൽമരത്തിലെ സാഹസങ്ങൾ എന്ന ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന യൂണിറ്റിലെ 1ാമത്തെ പാഠത്തിലെ ചില പാരഗ്രാഫുകളും നമ്മൾ പഠിച്ചു. അതുമായിട്ട് അനുബന്ധിച്ച് വരുന്ന ചില വർക്കുകളും നമ്മൾ ചെയ്തതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ബാക്കിയാണ് പഠിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ, കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അത് കണ്ടിട്ട് വേണം ഈ ക്ലാസ്സിന് വരാനായിട്ട്, കാണാനായിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത്, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ ബാക്കിയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് പഠിച്ചത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോ റസ്കിൻ ബോണ്ട് എന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരന്റെ ജീവകഥാംശമുള്ള അല്ലെങ്കിൽ ആറ്റോബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഉള്ള ഒരു കഥയാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ അല്ലെങ്കിൽ ആൽമരത്തിലെ സാഹസങ്ങൾ. അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ്, എവിടെയുള്ള ചൈൽഡ്ഹുഡ്, അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ മുത്തശ്ശനോടൊപ്പം ഉള്ള ഡെറാഡൂൺ എന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ വീട്ടിലുള്ള ആ ചൈൽഡ്ഹുഡ്, ആ കുട്ടിക്കാലത്ത് ചില അനുഭവങ്ങൾ കോർത്തിണക്കി ആ അനുഭവങ്ങളെ പറ്റിയാണ് നമ്മുടെ ഈ കഥയിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു ഇദ്ദേഹത്തിന്റെ ആ വീട്ടിൽ, അതായത് ഡെറാഡൂണിലുള്ള തന്റെ മുത്തച്ഛന്റെ വീട്ടിൽ ഒരു വലിയ മാഗ്നിഫിസന്റ് ഓൾഡ് ബനിയൻ ട്രീ, അല്ലെ, ഒരു വലിയ പഴയ ബനിയൻ ട്രീ, ആൽമരം ഉണ്ടായിരുന്നുവെന്നും ദിസ് ബനിയൻ ട്രീ വാസ് ദി ഡൊമൈൻ ഓഫ് ദിസ് ബോയ്, അപ്പൊ ഈ ആൺകുട്ടിയുടെ അധീനതയിലായിരുന്നു ആ ആൽമരം എന്നും അതിന്റെ കാരണം എന്താണ് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ആ ആൽമരത്തിൽ അദ്ദേഹത്തിന് നമ്മുടെ ഈ ആൺകുട്ടിക്ക് ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു അക്വൈന്റൻസ് അല്ലെങ്കിൽ ഒരു ഫെമിലിയർ ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ സ്മാൾ ഗ്രേ സ്ക്വറൽ, അതൊരു കുഞ്ഞ് അണ്ണാനായിരുന്നു, അല്ലെ, ഒരു അണ്ണാൻ കുഞ്ഞായിരുന്നു. അപ്പൊ അത് ഈ അണ്ണാൻ കുഞ്ഞ് എങ്ങനെയാണ് ഈ ആൺകുട്ടിയുമായിട്ട് കൂട്ടായത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ആ കഥയെല്ലാം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലൊന്ന് റിമെമ്പർ ചെയ്യുക, ഓർത്തെടുക്കാനായിട്ട് നോക്കുക. അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ ബാക്കി ഭാഗത്തേക്ക് പോവാം. അപ്പൊ നമ്മൾ അടുത്ത പാരഗ്രാഫിൽ നമുക്ക് ഇവിടെ കാണാം, ഇൻ ദ സ്പ്രിംഗ് എന്നാൽ നിങ്ങൾക്ക് അറിയാം വസന്തകാലം, അല്ലെ. അപ്പോ പ്രധാനമായിട്ടുള്ള സീസൺസ് ഏതൊക്കെയാണ്? സ്പ്രിംഗ്, വിന്റർ, ഓട്ടം, അല്ലെ, അങ്ങനെ എന്താണ് സമ്മർ, അല്ലെ. ഇങ്ങനെ പ്രധാനപ്പെട്ട 4 സീസൺസ്, ഋതുക്കൾ അല്ലെങ്കിൽ കാലാവസ്ഥ നമുക്കുണ്ട്. ഏതൊക്കെയാണ്? സ്പ്രിംഗ് എന്നാൽ വസന്തം, ഓട്ടം എന്നാൽ ശിശിരം, അല്ലെ, പിന്നെ ഏതാണ് വിന്റർ എന്നാൽ മഞ്ഞുകാലം, പിന്നെ എന്താണ് സമ്മർ എന്നാൽ വേനൽക്കാലം. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട സീസൺസ്, ഋതുക്കളാണ് നമുക്കുള്ളത്. അപ്പൊ ഈ സ്പ്രിംഗ് വസന്തകാലത്തെ കാര്യമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. ഇൻ ദ സ്പ്രിംഗ് വസന്തകാലത്തിൽ, അല്ലെ, ഏത് കാലമാണ്? വസന്തകാലം. വസന്തകാലം നിങ്ങൾക്ക് അറിയാം, പൂക്കളെല്ലാം പൂക്കുന്ന സമയമാണ്. അപ്പൊ ഈ വസന്തകാലത്തിൽ when the banyan tree was full of small red figs, ഓക്കെ. അപ്പൊ ഈ വസന്തകാലത്തിൽ ഈ സമയത്ത് when the banyan tree, ഈ ആൽമരത്തിൽ എന്തുണ്ടാവും? was full of, അതിനകത്ത് നിറയെ മുഴുവനായിട്ടും സ്മോൾ, ചെറിയ, റെഡ് ഫിഗ്സ്, ചുവന്ന പഴങ്ങൾ. ഫിഗ് എന്ന വാക്കിന്റെ മീനിങ് അത്തിപ്പഴം എന്നാണ്. ഫിഗ് എന്നാൽ പൊതുവെ മരങ്ങളിൽ ഉണ്ടാകുന്ന കായ്, ആൽമരം പോലെയുള്ള മരങ്ങളിൽ ഉണ്ടാകുന്ന കായ് പഴുക്കുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫിഗ് എന്ന് വിളിക്കും. അപ്പം ഇൻ ദ സ്പ്രിംഗ് വസന്തകാലത്തിൽ when the banyan tree was full of small red figs, മുഴുവനും എന്തായിരിക്കും? ചെറിയ ചുവന്ന പഴങ്ങളായിരിക്കും, അല്ലെ. ഇപ്പൊ ഈ വസന്തകാലത്തിൽ ഈ ആൽമരത്തിൽ മുഴുവൻ എന്തുണ്ടാവും? ചുവന്ന പഴങ്ങൾ, ചെറിയ ചുവന്നിട്ടുള്ള പഴങ്ങൾ ഉണ്ടാവും. ആൻഡ് ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, എല്ലാ തരത്തിലുള്ള പക്ഷികൾ, അല്ലെ, പല തരത്തിലുള്ള പക്ഷികൾ. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, അല്ലെ, പല തരത്തിലുള്ള പക്ഷികൾ. വുഡ് ഫ്ലോക്ക് എന്ന് വെച്ചാൽ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ഫീഡിങ്, ട്രാവലിംഗ് ആൻഡ് റെസ്റ്റിംഗ് ടുഗദർ, അതായത് ഒരുമിച്ച് ഒരു കൂട്ടം പക്ഷികൾ പറക്കുന്നതിനെയും അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിനെയും വിശ്രമിക്കുന്നതിനെയും എല്ലാം നമ്മൾ ഫ്ലോക്ക് ചെയ്യുക എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. കൂട്ടമായി എത്തുക എന്ന മീനിങ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ വസന്തകാലത്ത് ഈ ആൽമരത്തിൽ മുഴുവൻ എന്തുണ്ടാവും?
ചുവന്ന പഴങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് ബേർഡ്സ് ഓഫ് മെനി കൈൻഡ്സ് അല്ലെങ്കിൽ ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് എല്ലാ തരത്തിലുള്ള പക്ഷികളും എന്ത് ചെയ്യും? ഫ്ലോക്ക് ചെയ്യും. ഫ്ലോക്ക് ചെയ്യാന്ന് വെച്ചാൽ കൂട്ടമായി എത്തുക. എവിടെ കൂട്ടമായി എത്തും? ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. എന്തിന്റെ കൊമ്പിലേക്ക്? ഈ ആൽമരത്തിന്റെ കൊമ്പിലേക്ക് കൂട്ടമായി ആരെത്തും? എല്ലാ തരത്തിലുള്ള പക്ഷികളും എത്തും. ഓക്കെ, അപ്പോ വസന്തകാലത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ആൽമരത്തിൽ മുഴുവനും പഴങ്ങളുണ്ടാവും. ഈ പഴങ്ങൾ കൊത്തിത്തിന്നാനായിരിക്കാം പലതരത്തിലുള്ള പക്ഷികൾ പല ഭാഗത്തു നിന്നും കൂട്ടമായി എന്ത് ചെയ്യും? എത്തും. ഓക്കെ, അതിൽ ഏതൊക്കെയാണ് ആ പക്ഷികൾ എന്നാണ് തുടർന്ന് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. എന്താണ്? ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ. ബുൾബുൾ എന്നാൽ ഒരു പാട്ടൊക്കെ പാടുന്ന ഒരു തരം പക്ഷിയാണ് ബുൾബുൾ. നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം അതിന്റെ ചിത്രം. ഓക്കെ, അപ്പൊ റെഡ് ബോട്ടംഡ് ബുൾബുൾ എന്നാൽ എന്താണ്? അതിന്റെ അടിവശത്ത് ഒരു ചുവപ്പ് നിറമുള്ള ഒരു തരം ബുൾബുൾ പക്ഷിയാണ് ഏത്? ഈ റെഡ് ബോട്ടംഡ് ബുൾബുൾ. ഓക്കെ, ചിയർഫുൾ ആൻഡ് ഗ്രീഡി. അതുപോലെ എന്താണ്? ചിയർഫുൾ, സന്തോഷവാന്മാരായിട്ടുള്ള അല്ലെങ്കിൽ നല്ല സന്തോഷമുള്ള, നല്ല ചിലപ്പുറകളായിട്ടുള്ള. ആൻഡ് ഗ്രീഡി എന്ന് വെച്ചാൽ ആർത്തി പിടിച്ച, അത്യാഗ്രഹം പിടിച്ച. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്. പിന്നെ ഏതാണ് പക്ഷി? ഒരു പക്ഷിയെ നമ്മൾ പരിചയപ്പെട്ടു. ഏതാണ് ആ പക്ഷിയുടെ പേര്? റെഡ് ബോട്ടംഡ് ബുൾബുൾ. രണ്ടാമത്തെ പക്ഷിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിചയപ്പെടുന്നത്. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്. നമുക്കിവിടെ സ്ക്രീനിൽ കാണാം. അത് ആ പക്ഷിയുടെ ചിത്രം നമുക്ക് സ്ക്രീനിൽ കാണാം. ഗോസിപ്പിംഗ് എന്ന വാക്കിന്റെ മീനിങ്, ഗോസിപ്പിംഗ് എന്ന് വെച്ചാൽ നുണ പറയുന്ന അല്ലെങ്കിൽ പുഴു അടിക്കുന്ന എന്നാണ് ഗോസിപ്പിംഗ് എന്ന വാക്കിന്റെ മീനിങ്. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്. റോസി പാസ്റ്റേഴ്സ് എന്ന വാക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും. ഈ അടുത്ത കാലത്തിലായിട്ട് കേരളത്തിൽ മുമ്പ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഈ പക്ഷിയെ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അത് കേരളത്തിലെ ഈ ചൂട് കൂടുന്നതിന്റെ അല്ലെങ്കിൽ വരൾച്ചയുടെയൊക്കെ സൂചനയായിട്ടൊക്കെ പത്രങ്ങളിലും ടി വിയിലും ഒക്കെ വന്ന ഒരു പക്ഷിയാണ് ഈ ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ. 2018 വന്ന ഒരു വാർത്തയാണ്, അത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് അല്ലെ. അതൊരു തരം ദേശാടന പക്ഷിയാണ്. ദേശാടന പക്ഷി എന്ന് വെച്ചാൽ ഒരിടത്ത് മാത്രം നിൽക്കാതെ എന്താണ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു തരം പക്ഷിയാണ്. പിങ്ക് നിറവും അതുപോലെ ചുവന്ന ഓറഞ്ച് കാലുകൾ അല്ലെങ്കിൽ ചുവപ്പും ഓറഞ്ചും കലർന്ന കാലുകളൊക്കെ ഉള്ള ഒരു തരം പക്ഷിയാണ് ഈ പറയുന്ന ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ റോസി മൈന എന്ന് നമ്മൾ വിളിക്കും. ഇതെന്ന് വിളിക്കും. മലയാളത്തിലാണെങ്കിൽ റോസി മൈന എന്ന് വിളിക്കും. അതിന് മറ്റൊരു പേരുണ്ട്. അത് റോസി സ്റ്റാർലിംഗ് എന്നാണ്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ പലതരത്തിലുള്ള പക്ഷികൾ നമ്മൾ 2 പക്ഷികളെ പരിചയപ്പെട്ടു. ഒന്ന് റെഡ് ബോട്ടംഡ് ബുൾബുൾ, രണ്ടാമത്തേത് ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്. ആൻഡ് പാരറ്റ്സിനെ നിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. തത്തമ്മ അല്ലെ, പാരറ്റ്സ് ആൻഡ് ക്രോസ്, അതുപോലെ കാക്കകൾ അല്ലെ. അപ്പൊ ഈ പക്ഷികളെല്ലാം അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പക്ഷികൾ? നമ്മുടെ ഈ നരേറ്റർ ഐഡന്റിഫൈ ചെയ്ത പ്രധാനപ്പെട്ട പക്ഷികൾ ഏതൊക്കെയാണ്? ഒന്ന് റെഡ് ബോട്ടംഡ് ബുൾബുൾ, 2 ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്. ഗോസിപ്പിംഗ് എന്നാൽ അത് അഡ്ജക്റ്റീവ് ആണ്, അതായത് ഒരു പുളു പറയുന്നു എന്ന് നമ്മുടെ നരേറ്ററിന്റെ ഭാവനയിൽ അദ്ദേഹം പറഞ്ഞാണ്. ആ പക്ഷിയുടെ യഥാർത്ഥ പേര് റോസി പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ റോസി സ്റ്റാർലിങ്സ്, മലയാളത്തിൽ പറഞ്ഞ റോസ് മൈന. ഓക്കെ, പിന്നെ എന്താണ്? പാരറ്റ്സ് ആൻഡ് ക്രോസ്, തത്തമ്മയും കാക്കയും, അങ്ങനെ പലതരത്തിലുള്ള പക്ഷികൾ എന്ത് ചെയ്യും? കൂട്ടമായിട്ട് എവിടേക്ക് വരും? ഇൻ ടു ദ ബ്രാഞ്ചസ് ഓഫ് ദിസ് ബനിയൻ ട്രീ. ഈ ആൽമരത്തിന്റെ ചില്ലകളിലേക്ക്, കൊമ്പുകളിലേക്ക് എന്ത് ചെയ്യും? കൂട്ടമായിട്ട് എത്തും. എന്തിനായിരിക്കാം? ടു ഈറ്റ് ദ ഫിഗ്സ് ഇൻ ദിസ് ട്രീ അല്ലെ. ഈ മരത്തിലെ കായ്കൾ അല്ലെങ്കിൽ പഴങ്ങൾ കഴിക്കാനായിരിക്കാം ഇവരെല്ലാം വരുന്നത്. അപ്പൊ ഈ പക്ഷികൾ എന്താണ് ചെയ്യുന്നതെന്നാണ് അവിടെ അടുത്ത് പറയുന്നത്. സ്ക്വാബ്ലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ടു മേക്ക് നോയ്സ് എന്നാണ് അതിന്റെ മീനിങ്. എന്താണ്? ടു മേക്ക് നോയ്സ്, ആവശ്യമില്ലാതെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, സ്ക്വാബ്ലിംഗ്. അപ്പൊ എന്താണ് ചെയ്യുന്നത് ഇവര്? സ്ക്വാബ്ലിംഗ് എന്ന് വെച്ചാൽ ബഹളം വെക്കുക. ഓക്കെ, ടു ക്വാറൽ ഈച്ച് അതർ ആൻഡ് മേക്ക് നോയ്സ് എന്നാണ് ആ വാക്കിന്റെ മീനിങ്. സ്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതേഴ്സ് ഓൾ ദ ടൈം, ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ലഹള അല്ലെങ്കിൽ കലഹം അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമാര്? ഈ പക്ഷികൾ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പക്ഷികൾ എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ, അപ്പൊ ഈ ആൽമരത്തിൽ ഈ പഴങ്ങളൊക്കെ ഉണ്ടാവുന്ന ആ സമയം, ആ കാലത്ത് ദ ബനിയൻ ട്രീ, ഈ ആൽമരം വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്, ആ പാതയിലെ, ആ വഴിയിലെ ഏറ്റവും ബഹളമുള്ള അല്ലെങ്കിൽ ഏറ്റവും ശബ്ദമുഖരിതമായിട്ടുള്ള സ്ഥലം ഏതാണ്? ആ സ്ഥലമാണ് ഈ ആൽമരം.
ഓക്കെ, അപ്പൊ ഈ ആൽമരത്തെ പറ്റിയാണ് നമ്മുടെ ഈ കഥയിൽ ഉടനീളം, ഈ ആൽമരവും അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളുമാണ് ഈ കഥയിൽ ഉടനീളം നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ഇവിടെ പറയുന്ന എന്താണ്, വസന്തകാലത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ വസന്തകാലത്ത് ഈ ആൽമരത്തിൽ മുഴുവനും എന്തുണ്ടാവും, ഫിക്സ്, അതായത് പഴങ്ങൾ ഉണ്ടാവും. ഈ പഴങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, പലതരത്തിലുള്ള പക്ഷികൾ, വുഡ് ഫ്ലോക്ക്, ഫ്ലോക്ക് എന്ന് വെച്ചാൽ കൂട്ടമായിട്ട് വരും അല്ലെ, എവിടെ വരും, ഓൺ ഇറ്റ്സ് ബ്രാഞ്ചസ് അല്ലെ, ഈ എന്താണ് ഈ മരത്തിന്റെ ചില്ലകളിലേക്ക് ചേക്കേറും അല്ലെങ്കിൽ വന്നിരിക്കും. അവിടെ നിന്ന് എന്ത് ചെയ്യും, പലതരത്തിലുള്ള പക്ഷികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമൊക്കെ കൂടി ആകെ ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കും. അപ്പൊ ഈ സമയത്തെ ആ ഏരിയയിൽ, അതായത് ആ പാതയിൽ അതിലേക്കൂടെ പോകുമ്പോൾ ഏറ്റവും ബഹളം നിറഞ്ഞ സ്ഥലം ഏതായിരിക്കും, ഈ ആൽമരമാണ്. നമുക്ക് തൊട്ട് പേജിന്റെ മറ്റു വശത്ത് നമുക്ക് എന്ത് കാണാം, പേജിന്റെ ഇടതുവശത്തായിട്ട് നമുക്ക് കാണാം, ഹൗ വാസ് ദ ബനിയൻ ട്രീ ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ. എങ്ങനെയാണ് ഈ ആൽമരം ഏറ്റവും ബഹളം നിറഞ്ഞ ഒരു സ്ഥലമാവുന്നത്, ഏത് സമയത്ത്, ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ, ഈ പഴങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ആൽമരം ബഹളമുള്ള സ്ഥലമാവുന്നത് എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം നമുക്കറിയാം എന്താണ്, ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ മെനി കൈൻഡ്സ് ഓഫ് അല്ലെങ്കിൽ സെവറൽ ടൈപ്സ് ഓഫ് ബേർഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ദ ബ്രാഞ്ചസ് ഓഫ് ദിസ് ബനിയൻ ട്രീ ആൻഡ് ദേ വിൽ മേക്ക് എ ലോട്ട് ഓഫ് നോയ്സ്, ദേ വിൽ quarrel each other അല്ലെ. Thus this banyan tree becomes the noisiest place during the fig season എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരമായിട്ട് പറയാം. അതായത് ഈ ആൽമരത്തിൽ കായകൾ തിന്നാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പക്ഷികൾ എന്ത് ചെയ്യും, ഈ ആൽമരത്തിലേക്ക് വരും. അവരെന്ത് ചെയ്യുന്നു, അവരവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ ആൽമരം എന്ത് ചെയ്യുന്നു, ശബ്ദമുഖരിതമായ ഒരു സ്ഥലമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ആ പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. ദ ബോയ് ഈസ് ഫീഡിങ് ദ സ്ക്യൂറൽ അല്ലെ. ഈ ആൺകുട്ടി എന്ത് ചെയ്യാണ്, ഈ സ്ക്യൂറലിനെ ഫീഡ് ചെയ്യാണ്. ഫീഡ് ചെയ്യാന്ന് വെച്ചാൽ ടു ഗിവ് ഫുഡ് എന്നാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഹാഫ് വേ എന്ന വാക്കിന്റെ മീനിങ് എന്താണ്, പകുതി ആകുന്ന സ്ഥലത്ത് അല്ലെ. ഹാഫ് വേ അപ്പ് ദ ട്രീ, ഈ മരത്തിന്റെ പാതിക്ക് വെച്ച്, ഈ മരത്തിന്റെ പകുതി ആകുന്ന സ്ഥലത്ത് വെച്ച്, ഐ ഹാഡ് ബിൽറ്റ്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എ സ്മോൾ പ്ലാറ്റ്ഫോം, എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഒരു ചെറിയ പ്ലാറ്റ്ഫോം, തട്ട്. ഓക്കെ, അപ്പൊ ഈ മരത്തിന്റെ പകുതിക്ക് എന്തുണ്ടാക്കിയിട്ടുണ്ട്, ദിസ് നരേറ്റർ അല്ലെ, ഹി ഹാഡ് ബിൽഡ് എ സ്മോൾ പ്ലാറ്റ്ഫോം, ഒരു ചെറിയ തട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൺ വിച്ച്, അതിലാണ് ഐ വുഡ് ഓഫൻ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺ വെൻ ഇറ്റ് വാസന്റ് ടു ഹോട്ട്. In this little platform or in this small platform, the boy would spend afternoons when it wasn't very hot അല്ലെങ്കിൽ too hot. അപ്പം വലിയ ചൂടൊന്നുമില്ലാത്ത ഉച്ച സമയങ്ങളിൽ ഈ ആൺകുട്ടി ചിലവഴിക്കുന്നത്, ഏത് സമയം, ഉച്ച സമയം ചിലവഴിക്കുന്നത് എവിടെയാണ്, ഈ പ്ലാറ്റ്ഫോം, ഈ തട്ടിലാണ്. ഓക്കെ, halfway up the tree this boy had built a small platform and he would spend there often ഓൺ ആഫ്റ്റർനൂൺസ് അല്ലെ. അപ്പൊ ഈ മരത്തിന്റെ പാതിക്ക് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഈ തട്ടിലാണ് ഈ ആൺകുട്ടി എന്ത് ചെയ്യും, നമ്മുടെ നരേറ്റർ എന്ത് ചെയ്യുന്നത്, ഉച്ച സമയങ്ങൾ ചിലവഴിക്കുന്നത്. വെൻ ഇറ്റ് വാസൻ ടു ഹോട്ട്, അതും വലിയ ചൂടൊന്നുമില്ലാത്ത സമയത്താണ്. ഓക്കെ, അപ്പൊ ഹാഫ് വേ അപ്പ് ദ ട്രീ, അപ്പൊ ഈ മരത്തിന്റെ പാതിക്ക് ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം, ഞാൻ എന്തുണ്ടാക്കിയിട്ടുണ്ട്, ചെറിയ തട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഓൺ വിച്ച്, അതിലാണ് ഐ വുഡ് ഓഫൻ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ്, ഞാൻ മിക്കപ്പോഴും, ഓഫൻ എന്ന വാക്കിന്റെ മീനിങ് എന്താണ്, മിക്കപ്പോഴും, സ്പെൻഡ് ചിലവഴിക്കുക, എന്ത്, ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസന്റ് ടു ഹോട്ട്, വലിയ ചൂടൊന്നുമില്ലാത്ത ഉച്ച നേരങ്ങൾ ഞാൻ ചിലവഴിക്കുന്നത് എവിടെയാണ്, ഈ നരേറ്റർ ചിലവഴിക്കുന്നത് എവിടെയാണ്, ഈ പ്ലാറ്റ്ഫോമിലാണ്. ഐ കുഡ്, എനിക്ക് എന്തിനു കഴിയും, റീഡ് ദെയർ, അവിടെ ഇരുന്ന് വായിക്കാൻ കഴിയും. എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും. പ്രോപ്പിംഗ് എന്ന് വെച്ചാൽ ചാരുക എന്നാണ് മീനിങ്. ഓക്കെ, ടു റെസ്റ്റ് അല്ലെങ്കിൽ എന്താണ്, ചാരി ഇരിക്കുക. പ്രോപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് അതിന്റെ മീനിങ്, ചാരുക. ഓക്കെ, ചാരി ഇരിക്കുക. പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് അഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ, എവിടെയാണ് ചാരുക, ബോൾ എന്നാൽ എന്താണ്, അടിത്തടി അല്ലെങ്കിൽ ഈ മരത്തിന്റെ പ്രധാനപ്പെട്ട തടിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബോൾ എന്ന് വിളിക്കുന്നത്. ഈ ബോളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ബോളിൽ നിന്നാണ് പല കൊമ്പുകൾ എന്ത് ചെയ്യുന്നത്, പിരിഞ്ഞ് പോകുന്നത്. അതായത് ഒരു മരത്തിന്റെ പ്രധാനപ്പെട്ട തടി
നമ്മൾ അടിത്തടി എന്നോ അല്ലെങ്കിൽ കീഴ്ത്തടിയോ എന്നോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും പറയും. ഓക്കെ, അപ്പൊ ഈ ബോളിൽ ഈ കടയ്ക്കൽ, ഓക്കെ, ഈ മരത്തിന്റെ കടയ്ക്കൽ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും പറയും. അപ്പൊ ഈ മരത്തിന്റെ കടയ്ക്കൽ, അതായത് ഈ മരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് ഈ പ്രധാനപ്പെട്ട തടി അല്ലെ, നേരെ ഇങ്ങനെ ഒരു മരത്തിനെ നിങ്ങൾ സങ്കല്പിച്ച് നേരെ ഇങ്ങനെ പോകുന്നു അല്ലെ, നേരെ ഇങ്ങനെ തടി പോകുന്നു, ആ തടിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ചില്ലകൾ ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈ നേരെ പോകുന്ന പ്രധാനപ്പെട്ട തടിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബോൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ബോളിൽ തല വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഇരിക്കും അല്ലെ, വിത്ത് കുഷൻസ്. എന്തുണ്ടാവും, കുഷൻസ് ഉണ്ടാവും. കുഷൻ മീൻസ് എന്താണ്, മെത്ത. ഓക്കെ, കുഷൻസ് ടേക്കൻ ഫ്രം ദ ഡ്രോയിങ് റൂം അല്ലെ, സ്വീകരണ മുറിയിൽ നിന്നും, ഓക്കെ, അല്ലെങ്കിൽ ഹാളിൽ നിന്നും അല്ലെങ്കിൽ ഇറയത്ത് നിന്നും എന്തെടുത്തിട്ടുണ്ട്, ആൾക്കാരൊക്കെ വരുമ്പോൾ സ്വീകരിച്ചിരുത്തുന്ന മുറിയാണ് നമ്മൾ എന്ന് വിളിക്കുക, ഡ്രോയിങ് റൂം എന്ന് വിളിക്കുക. അപ്പൊ ഈ ഡ്രോയിങ് റൂമില് നിന്നും എന്തെടുത്തിട്ടുണ്ട്, ഈ മെത്ത അല്ലെങ്കിൽ കുഷൻ എടുത്തിട്ടുണ്ട്. ആ കുഷൻ വെച്ച് തല ഇങ്ങനെ ചായച്ച് എന്ത് ചെയ്യുന്നു, ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യും, പുസ്തകങ്ങൾ എന്ത് ചെയ്യും, വായിക്കും. He would read books there. അവിടെ ഇരുന്ന് അദ്ദേഹം എന്ത് ചെയ്യും, പുസ്തകങ്ങൾ വായിക്കും. അപ്പൊ ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ട്രഷർ ഐലൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്ന വിശ്വവിഖ്യാതനായിട്ടുള്ള എഴുത്തുകാരന്റെ ട്രഷർ ഐലൻഡ് സാഹസമാണ് ആ കഥയുടെ ഇതിവൃത്തം. ഓക്കെ, ഒരു നിധി ഒരു ദ്വീപിലുള്ള ഒരു നിധി തേടിപ്പോകുന്ന ഒരു കഥയാണ്. വളരെ മനോഹരമായിട്ടുള്ള രസകരമായിട്ടുള്ള കഥയാണ് ട്രഷർ ഐലൻഡ്. നിങ്ങൾ വായിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ്. മറ്റൊരു പുസ്തകമാണ് ഹക്കിൾബറി ഫിൻ. യഥാർത്ഥത്തിൽ അതിന്റെ ടൈറ്റിൽ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ എന്നാണ്. മാർക്ക് ട്വെയിൻ എന്ന വിശ്വവിഖ്യാതനായിട്ടുള്ള അമേരിക്കൻ എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഹക്കിൾബറി ഫിൻ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ. നിങ്ങൾ 5ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ഓക്കെ, അതിന്റെ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഹക്കിൾബറി ഫിന്നും ട്രഷർ ഐലൻഡും ദ മൗഗ്ലി സ്റ്റോറീസ് അല്ലെ, ജംഗിൾ ബുക്ക് എന്ന റുഡ്യാർഡ് കിപ്ലിംഗിന്റെ മൗഗ്ലി സ്റ്റോറീസ്. ഓക്കെ, ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസ്. ഓക്കെ, അപ്പം എഡ്ഗർ റൈസ് ബറോസിന്റെ പുസ്തകങ്ങൾ ആൻഡ് ലൂയിസ മേ ആൽക്കോട്ടിന്റെ പുസ്തകങ്ങൾ. ഇവരുടെ എല്ലാ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് നോക്കാം. ട്രഷർ ഐലൻഡ്, അതുപോലെ ഹക്കിൾബറി ഫിൻ, മൗഗ്ലി സ്റ്റോറീസ് അല്ലെങ്കിൽ ജംഗിൾ ബുക്ക്, നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസ്, അതുപോലെ ലൂയിസ മേ ആൽക്കോട്ട്. എഡ്ഗർ റൈസ് ബറോസിന്റെ പുസ്തകങ്ങൾ മുഴുവനും ഫിക്ഷനാണ്, സയൻസ് ഫിക്ഷനും ഫാന്റസിയും ഒക്കെ നിറഞ്ഞ പുസ്തകങ്ങളാണ് എഡ്ഗർ റൈസ് ബറോസിന്റെ. വളരെ മനോഹരമായിട്ടുള്ള നോവലുകളാണ് അദ്ദേഹം എഴുതുന്നത്, അല്ലെങ്കിൽ ചെറുകഥകളാണ് അദ്ദേഹം എഴുതുന്നത്. ലൂയിസ മേ ആൽക്കോട്ട്. ഇങ്ങനെ പല തരത്തിലുള്ള എഴുത്തുകാരുടെ പല തരത്തിലുള്ള പുസ്തകങ്ങൾ. ഇവരുടെ ഓരോരുത്തരുടെയും പുസ്തകങ്ങൾക്ക് ഒരുപാട് അതിൻ്റെതായിട്ടുള്ള പെക്യുലാരിറ്റീസ് അല്ലെങ്കിൽ പ്രത്യേകതകളുള്ള പുസ്തകമാണ്. ഇതെല്ലാം നിങ്ങൾ വായിച്ചിരിക്കേണ്ടുന്ന പുസ്തകങ്ങൾ കൂടി ആണ്. ഓക്കെ, അപ്പൊ ഈ പുസ്തകങ്ങൾ കൂടി വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ഈ കഥയിലെ നരേറ്റർ അദ്ദേഹം വായിച്ചു കൊണ്ടിരുന്ന പുസ്തകങ്ങളുടെ പേരുകളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അപ്പൊ ഈ പുസ്തകങ്ങളെല്ലാം മേഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സഡ് റീഡിങ്. പല തരത്തിലുള്ള വായന. അതായത് ഈ ഓരോ പുസ്തകങ്ങളും ഓരോ തരത്തിലുള്ള പുസ്തകങ്ങളാണ്, ഓരോ രീതിയിലുള്ള പുസ്തകങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ ഇദ്ദേഹം ചെയ്തിരുന്നു, ആ കാലഘട്ടത്തിൽ വായിച്ചിരുന്നു. അപ്പൊ നമുക്ക് വീണ്ടും അവിടെ വലതുവശത്ത് ഒരു ചോദ്യം കാണാം. ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? അല്ലെ, ദ ബോയ് വുഡ് കം ടു ദ പ്ലാറ്റ്ഫോം he had made in the banyan tree and he would read books there. ഈ ബോയ് എവിടെ വരും? ഈ ആൽമരത്തിൽ അവൻ ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോമിൽ വരും. and he would read varieties of books അല്ലെ, പല തരത്തിലുള്ള പുസ്തകങ്ങൾ അദ്ദേഹം അവിടെ ഇരുന്ന് എന്ത് ചെയ്യും, വായിക്കും. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ സ്പ്രിംഗ് സീസൺ അല്ലെങ്കിൽ ഈ വസന്തകാലത്തേക്ക് എന്ത് ചെയ്യും, എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്, സ്വയം എന്ത് ചെയ്യും, എക്സൈറ്റിംഗ്, അതായത് ആവേശകരമാക്കി മാറ്റി എന്നാണ്. when I did not feel like reading. അപ്പൊ നമ്മൾ എല്ലായ്പ്പോഴും വായിക്കുക എന്നത് പാടായിരിക്കും. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, തുടർച്ചയായിട്ട് വായിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വായന മടുക്കും. അങ്ങനെയൊക്കെ സമയം വരും. when I did not feel like reading, അവന് വായിക്കണം എന്ന് തോന്നാത്ത സമയങ്ങളുണ്ട്. വായിക്കാൻ തോന്നാത്ത സമയങ്ങളിൽ I could look down, എനിക്ക് എങ്ങോട്ടേക്ക് നോക്കാം, താഴേക്ക് നോക്കാം. ത്രൂ ദ ബനിയൻ ലീവ്സ്, ആൽമരത്തിന്റെ ഇലകൾ അല്ലെ, ആലിലകൾക്കിടയിലൂടെ താഴേക്ക് നോക്കാം. അറ്റ് ദ വേൾഡ് ബിലോ, താഴെയുള്ള ലോകത്തേക്ക് നോക്കാം. അപ്പം വായിക്കാൻ തോന്നാത്ത അല്ലെങ്കിൽ വായിക്കണമെന്ന് തോന്നാത്ത സമയങ്ങളിൽ എന്ത് ചെയ്യും, ഇദ്ദേഹം
താഴേക്ക് ആലിലകൾക്കിടയിലൂടെ നോക്കും. അറ്റ് ഗ്രാൻഡ് മദർ, അവിടെ ആരുണ്ടാവും? അവിടെ മുത്തശ്ശി ഉണ്ടാവും. അവിടെ ആരുണ്ടാവും? മുത്തശ്ശി ഉണ്ടാവും. അവിടെ മുത്തശ്ശി എന്തായിരിക്കും ചെയ്യുക? ഹാങ്ങിങ് അപ്പ്, ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. എന്തായിരിക്കാം? ഹാങ്ങിങ് അപ്പ് എന്നാൽ വിരിക്കുക അല്ലെങ്കിൽ തൂക്കിയിടുക. ആൻഡ് ടേക്കിംഗ് ഡൗൺ, അത് എടുക്കുക, തിരിച്ചെടുക്കുക. എന്താണ്? ദ വാഷിംഗ്, കഴുകിയ തുണി വിരിക്കുകയോ അല്ലെങ്കിൽ വിരിച്ച തുണി ഉണങ്ങിയതിന് ശേഷം എടുക്കുകയോ ഒക്കെ ആയിരിക്കാം ആര്? മുത്തശ്ശി. അതല്ലെങ്കിൽ ദ കുക്ക്, അതല്ലെങ്കിൽ പാചകക്കാരനോടൊപ്പം ആയിരിക്കാം. ക്വാറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെണ്ടർ, അതല്ലെങ്കിൽ ഈ പഴക്കച്ചവടക്കാരനോടൊപ്പം. വെണ്ടർ എന്ന വാക്കിന്റെ അർത്ഥം സെല്ലർ അല്ലെങ്കിൽ വിൽപ്പനക്കാരൻ എന്നാണ് അതിന്റെ മീനിങ്. പഴക്കച്ചവടക്കാരനോടൊപ്പം എന്തായിരിക്കാം? ക്വാറലിംഗ്, വഴക്ക് കൂടുകയായിരിക്കാം. അപ്പോ ഈ ആൽമരത്തിൽ ഇരുന്ന് വായിക്കാത്ത സമയങ്ങളിൽ താഴേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയായിരിക്കാം? മുത്തശ്ശി അവിടെ നിന്ന് തുണി വിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പാചകക്കാരനോടൊപ്പം ആയിരിക്കും, അല്ലെങ്കിൽ പഴക്കച്ചവടക്കാരനുമായിട്ട് വഴക്കിടുകയായിരിക്കും. അതല്ലെങ്കിൽ ഓർ അറ്റ് ഗ്രാൻഡ് ഫാദർ, അല്ലെങ്കിൽ മുത്തശ്ശനോട് ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ്. അവിടെ എന്തായിരിക്കും? ഗ്രംബ്ലിംഗ് എന്ന് വെച്ചാൽ ദേഷ്യത്തോടെ പിറുപിറുക്കും പറഞ്ഞിട്ട് പിറുപിറുക്കത്തില്ലേ, അല്ലെങ്കിൽ ദേഷ്യത്തോടെ എന്ത് ചെയ്യും? ശബ്ദം കുറച്ച് സംസാരിക്കുന്നതിനാണ് ഗ്രംബ്ലിംഗ് എന്ന് വിളിക്കുക. ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ്. ഹാർഡി എന്ന് വെച്ചാൽ കട്ടിപിടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ എന്താണ്? നിബിഡമായി നിൽക്കുന്ന ഇന്ത്യൻ മാരിഗോൾഡ്സ്, ഇന്ത്യൻ ജമന്തിപ്പൂക്കളെ നോക്കിയിട്ട് എന്ത് ചെയ്യായിരിക്കാം? എന്താണ്? ദേഷ്യത്തോടെ പറയുകയായിരിക്കാം. എന്താണ്? ആരോടൊപ്പം? മുത്തശ്ശനോടൊപ്പം അല്ലെ? മുത്തശ്ശനോടൊപ്പം എന്താണ്? വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ അല്ലെ? മുത്തശ്ശൻ നട്ടിരിക്കുന്ന ഇംഗ്ലീഷ് ഗാർഡൻ എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന വിലപിടിച്ച ചെടികളൊക്കെ നട്ടു വളർത്തിയിരിക്കുന്ന പൂന്തോട്ടത്തിൽ നല്ല നിബിഡമായിട്ട് അല്ലെങ്കിൽ കാട് പിടിച്ച് വളരുന്ന ഈ ഇന്ത്യൻ ജമന്തി ചെടികളെ നോക്കിയിട്ട് എന്ത് ചെയ്യായിരിക്കാം? മുത്തശ്ശനോട് പിറുപിറുക്കായിരിക്കും അല്ലെങ്കിൽ ദേഷ്യത്തോടെ സംസാരിക്കുകയായിരിക്കും. ഇതൊക്കെയാണ് ആര് കാണുന്നത്? നമ്മുടെ നമ്മുടെ നരേറ്റർ എവിടെ ഇരുന്ന് നോക്കുമ്പോൾ കാണുന്നത്? ആൽമരത്തിന്റെ കൊമ്പിൽ ഇരുന്നു കൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സാധാരണ കാഴ്ച. സാധാരണ കാണുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, യൂഷ്വലി എന്ന് വെച്ചാൽ പതിവായിട്ട് അല്ലെങ്കിൽ പതിവ് പോലെ. നത്തിങ് വെരി എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ്? ആവേശജനകമായിട്ടുള്ള ഒന്നും എന്ത് ചെയ്തിട്ടില്ല? ഹാപ്പൻഡ്, സംഭവിച്ചിട്ടില്ല. നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ്. ആവേശജനകമായിട്ടുള്ള അല്ലെങ്കിൽ കോരിത്തരിപ്പിക്കുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല. I was in the banyan tree. ഇദ്ദേഹം ഈ ആൽമരത്തിൽ ഇരിക്കുമ്പോഴൊന്നും അങ്ങനെ ആവേശജനകമായിട്ടുള്ള ഒന്നും ആര് കണ്ടിട്ടില്ല? ഈ നമ്മുടെ നരേറ്റർ കണ്ടിട്ടില്ല. ഓക്കെ, പക്ഷേ ഓൺ വൺ പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, ഒരു പ്രത്യേക ഉച്ചനേരം, ഒരു ദിവസം ആഫ്റ്റർനൂൺ, ഒരു ഉച്ചയ്ക്ക് ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെന്റ്, എനിക്ക് മതിയാവോളം ആവേശം അല്ലെങ്കിൽ എന്താണ്? കൗതുകം തന്ന് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. ആ വേനൽക്കാലം മുഴുവനും എന്തുണ്ടായിരുന്നു? എന്റെ മനസ്സിൽ നിലനിന്ന അല്ലെങ്കിൽ പുലർന്ന ഒരു എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ ആ വേനൽക്കാലത്ത് മുഴുവനും മനസ്സിൽ തട്ടിക്കിടന്ന ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ആവേശകരമായിട്ടുള്ള അല്ലെങ്കിൽ കൗതുകകരമായിട്ടുള്ള ഒരു സംഭവം സംഭവിച്ചു. ആ സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. That was the time I saw a mongoose and a cobra fight to death in the garden. അതെന്തായിരുന്നു ആ സന്ദർഭം? That was the time, ആ സമയത്ത് I saw, ഞാൻ കണ്ടു, a mongoose എന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ജീവിയാണ്, കീരി. മംഗൂസ് മീൻസ് കീരി അല്ലെ? മംഗൂസ് ആൻഡ് എ കോബ്ര, മംഗൂസും ഒപ്പം ആരുണ്ട്? എ കോബ്ര എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരിചയമുണ്ട്, മൂർഖൻ പാമ്പ് അല്ലെ? ഒരു മൂർഖൻ പാമ്പും ഒരു കീരിയും കൂടി എന്ത് ചെയ്യുന്നു? ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. മരണം വരെ എന്ത് ചെയ്യാണ്? പോരാടുകയാണ്. എവിടെ ഇരുന്നുകൊണ്ട്? ഈ ഗാർഡനിൽ അല്ലെ? ഈ പൂന്തോട്ടത്തിൽ മരണം വരെ ഈ കീരിയും ഈ മൂർഖൻ പാമ്പും എന്ത് ചെയ്യാണ്? പോരാടുകയാണ്. ഇപ്പൊ നമ്മുടെ എല്ലാം പണ്ട് കാലത്ത് ഒരു ശൈലി തന്നെയുണ്ട്, കീരിയും പാമ്പും എന്ന് വെച്ചാൽ എന്താണ്? ബദ്ധ ശത്രുക്കളെ അല്ലെങ്കിൽ വലിയ ശത്രുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കീരിയും പാമ്പും അല്ലെ? അപ്പൊ ഈ കീരിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് വെച്ചാൽ പാമ്പുമായിട്ട് അടികൂടുക അല്ലെങ്കിൽ പാമ്പിനെ തോപ്പിക്കുക എന്നതാണ് അല്ലെ? അപ്പോ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു ഉച്ചയ്ക്ക് ഈ കീരിയുടെയും പാമ്പിന്റെയും യുദ്ധം നേരിട്ട് കാണുകയാണ് അല്ലെ? ലൈവായിട്ട് കാണുകയാണ്. ഓക്കെ, അപ്പൊ while I sat directly above them in the banyan tree, അപ്പൊ ഈ
അടിയെല്ലാം, ഈ ഫൈറ്റ് എല്ലാം ദിസ് ബോയ് വാസ് വാച്ചിങ് ലൈവ്, അല്ലെ, ലൈവായിട്ട് കാണുകയായിരുന്നു. വൈൽ ഐ സാറ്റ് ഡയറക്ട്ലി, അദ്ദേഹം എവിടെ ഇരിക്കുകയായിരുന്നു? ഡയറക്ട്ലി എവരുടെ തൊട്ടുമേലെ, അബൌവ് ദം ഇൻ ദ ബനിയൻ ട്രീ, നേരിട്ട് തൊട്ടുമുകളിൽ, എവിടെ? ബനിയൻ ട്രീ, ആൽമരത്തിൽ തൊട്ടു മുകളിൽ ഇരുന്നു കൊണ്ട് ആരെ കാണുകയാണ്? ഈ കീരിയും പാമ്പും കൂടി മരണം വരെ പോരാടുന്നത്, അടികൂടുന്നത് എന്ത് ചെയ്യുകയാണ്? ലൈവായിട്ട് കാണുകയാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ അത് വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും, അല്ലെ? കീരിയും പാമ്പും കൂടി അടി കൂടുന്ന ആ ഒരു രംഗം കണ്ടാൽ നല്ല എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കാം. ഓക്കെ, അപ്പൊ വേദാസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മംഗൂസ് കോബ്ര ഫൈറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. എന്ത് ചെയ്യുക, നിങ്ങൾ അത് എന്ത് ചെയ്യുക, കാണുക. ഓക്കെ, അപ്പോ അതിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. ഈ സംഭവം എന്താണെന്ന് എന്ത് ചെയ്തിട്ടുള്ളൂ, ഇതുവരെ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഓക്കെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, കടക്കാൻ പോകുന്നു. നിങ്ങൾ എന്നോടൊപ്പം എന്ത് ചെയ്യുക, വരിക. നമുക്ക് എന്ത് ചെയ്യാം, ഈ യുദ്ധം, ഈ അടി, അല്ലെ, ഈ ഫൈറ്റ് സീൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കാണാം. ഓക്കെ, ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. സമയം ഏപ്രിൽ മാസത്തെ ഒരു ഉച്ചനേരം. ഏതാണ് സമയം? ഏപ്രിൽ മാസത്തെ ഒരു ആഫ്റ്റർനൂൺ, ഉച്ചനേരം. നല്ല ചൂടുള്ള സമയമാണ് ഈ ഏപ്രിൽ മാസം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിയാം. ആൻഡ് വാം ബ്രീസസ്. വാം ബ്രീസസ് എന്ന് വെച്ചാൽ ചൂടുള്ള ഇളം കാറ്റ്, ചൂടുള്ള ഇളം കാറ്റോ, ചൂട് കാറ്റ്. വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ. അപ്രോച്ചിങ് മീൻസ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന, കമ്മിങ് ക്ലോസ്ലി, അല്ലെ, അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന വേനൽക്കാലത്തിന്റെ ചൂട് കാറ്റ്. ഹാഡ് സെന്റ്, എല്ലാവരെയും എങ്ങോട്ട് അയച്ചു? എവരിവൺ, എല്ലാവരെയും അയച്ചു. ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശനെ ഉൾപ്പെടെ എല്ലാവരെയും. ഇൻഡോഴ്സ്. ഇൻഡോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡോറിനകത്ത്, വീട്ടിനകത്തേക്ക് അയച്ചു. അതായത് ഈ ചൂട് കാരണം എല്ലാവരും എവിടെയാണ്? വീട്ടിനകത്താണ്. ഓക്കെ, അപ്പോ ഏപ്രിൽ മാസത്തെ ഒരു ഉച്ച, എല്ലാവരും എന്താണ്? ചൂട് കാരണം വീട്ടിനകത്ത് അടച്ചിരിപ്പാണ്. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി. എനിക്ക് ആ നേരം ഒരല്പം എന്താണ്, ഡ്രൗസി. ഡ്രൗസി മീൻസ് മയക്കം, അല്ലെങ്കിൽ എന്താണ്, ക്ഷീണമൊക്കെ തോന്നി. മൈസെൽഫ്, എനിക്ക് സ്വയം തോന്നിയത് കൊണ്ട്. ആൻഡ് വാസ് വണ്ടറിങ്, ഞാൻ എന്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്? ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട്, ഞാൻ എവിടെ പോണോ? പോണ്ട്, കുളത്തിലേക്ക് പോണോ? എന്തിനാ കുളത്തിലേക്ക് പോകുന്നത്? എന്തിനാ? ടു ബാത്ത്, അല്ലെ, കുളിക്കാനായിട്ട് കുളത്തിലേക്ക് പോണോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പൊ ഏപ്രിൽ മാസത്തെ ഒരു ഉച്ച, എല്ലാവരും വീട്ടിനകത്താണ്. നമ്മുടെ ഈ ആൺകുട്ടി, നമ്മുടെ നരേറ്റർ എന്താണ്? ഹി വാസ് ഫീലിംഗ് ഡ്രൗസി, ഒരു മയക്കമൊക്കെ തോന്നി. ഹി വാസ് തിങ്കിങ് അബൌട്ട് ഗോയിങ് ഫോർ എ ബാത്ത് ഇൻ ദ പോണ്ട്, കുളത്തിൽ പോയി കുളിക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട്, അല്ലെ, പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ്, വീട്ടിന് പുറകിലുള്ള, ഫോർ എ സ്വിം, ഒന്ന് നീന്താനായിട്ട് ആ കുളത്തിലേക്ക് പോണമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം. വെൻ ഐ സോ, ആ സമയത്ത്, ഐ സോ, ഞാൻ കണ്ടു, എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, എന്നാണ്, ഒരു വലിയ കരിമൂർഖൻ, അല്ലെ, അല്ല, കറുത്തിരിക്കുന്ന ഒരു മൂർഖൻ. അപ്പോ ഇദ്ദേഹം ഇങ്ങനെ ഉറങ്ങാനായിട്ടൊക്കെ, കുളിക്കാനായിട്ടൊക്കെ, അല്ലെ, പോണ്ടിൽ കുളത്തിലേക്ക് കുളിക്കാനായിട്ടൊക്കെ പോകാനിരിക്കുന്ന ആ സമയത്ത് ഇദ്ദേഹം ആരെ കാണാണ്? ഹി സോ എ ബ്ലാക്ക് കോബ്ര, ഒരു നല്ലൊരു കരിമൂർഖനെ. ഹ്യൂജ്, ഒരു വലിയ ഒരു കറുത്തിട്ടുള്ള ഒരു മൂർഖൻ പാമ്പിനെ, കോബ്ര എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം കാണുന്നു. ഗ്ലൈഡിങ്. ഗ്ലൈഡിങ് മീൻസ് ഇഴയുക എന്നാണ് അതിന്റെ മീനിങ്, ഇഴയുക. ഗ്ലൈഡിങ് ഔട്ട് ഓഫ് എ ക്ലംബ് ഓഫ് കാക്ടസ്. എവിടെ നിന്ന് ഇഴയുകയാണ്? ക്ലംബ് ഓഫ് കാക്ടസ്. ക്ലംബ് മീൻസ് കൂട്ടം എന്നാണ്. കാക്ടസ് എന്നാൽ നിങ്ങൾക്കറിയാം എന്താണ്? കാക്ടസ് എന്നാൽ കള്ളിമുൾ ചെടി. കള്ളിമുൾ ചെടി എന്നാണ് കാക്ടസ് എന്ന വാക്കിന്റെ മീനിങ്. അപ്പോ ഈ നമ്മുടെ ഈ നരേറ്റർ കുളിക്കാൻ പോയാലോ എന്നൊക്കെ ആലോചിച്ച്, നീന്താൻ പോയാലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഒരു വലിയ കരിമൂർഖൻ എന്ത് ചെയ്യുന്നത്? ഈ കള്ളിമുൾ ചെടികളുടെ കൂട്ടത്തിൽ നിന്നും വെളിയിലേക്ക് ഇഴഞ്ഞ് വരുന്നത്. ആൻഡ് എന്നിട്ട് അതെന്ത് ചെയ്യാണ്? ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. ആൻഡ് മേക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഇൻ ദ ഗാർഡൻ, അല്ലെ, ഓഫ് ദ ഗാർഡൻ, അല്ലെ. ഈ പൂന്തോട്ടത്തിൽ അല്പം കൂടെ തണലുള്ള അല്ലെങ്കിൽ തണുത്ത ഒരു സ്ഥലം നോക്കുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ഈ കരിമൂർഖൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കരിമൂർഖൻ എവിടെ നിന്നും കള്ളിമുൾ ചെടികൾക്കിടയിൽ നിന്നും വെളിയിലേക്ക് ഇങ്ങനെ ഇഴഞ്ഞു വന്ന് അതെന്ത് തിരയുകയാണ്? എന്ത് തരപ്പെടുത്തുകയാണ്? അല്പം കൂടി തണുപ്പുള്ള അല്ലെങ്കിൽ തണലുള്ള ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് തിരയുകയാണ്. അറ്റ് ദ സെയിം ടൈം, അതേ സമയത്ത് തന്നെ, ഏകദേശം അതേ സമയത്ത് തന്നെ, എ മംഗൂസ്. മംഗൂസ് എന്ന വാക്ക് എന്താണ്? കീരി.
ഒരു കീരി എന്ത് ചെയ്യുന്നു, whom I had often seen, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുള്ള ഈ കീരി എമർജ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ടു അപ്പിയർ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുക എന്നാണ് എമർജ് എന്ന വാക്കിന്റെ മീനിങ്. എമർജ്ഡ് ഫ്രം ദ ബുഷസ്, എവിടെ നിന്നും പ്രത്യക്ഷപ്പെട്ടു, ബുഷസ് മീൻസ് പൊന്തക്കാട്. ഓക്കെ, പൊന്തക്കാട്ടിന്റെ ഇടയിൽ നിന്നും ആര് പ്രത്യക്ഷപ്പെടുകയാണ്, ഈ കീരി പ്രത്യക്ഷപ്പെടുകയാണ്. ആൻഡ് വെന്റ് സ്ട്രൈറ്റ് ഫോർ ദ കോബ്ര, എന്നിട്ട് നേരെ ആരുടെ അടുത്തേക്ക് പോവുകയാണ്, ഈ മൂർഖൻ പാമ്പിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ ഈ ആൺകുട്ടി എന്ത് ചെയ്യാണ്, എല്ലാവരും വീട്ടിനകത്താണ്. ആ സമയത്ത് ഈ ആൺകുട്ടി എന്ത് ആലോചിക്കുകയാണ്, കുളിക്കാൻ പോയാലോ അല്ലെങ്കിൽ നീന്താൻ പോയാലോ പോണ്ടിൽ, അല്ലെ, വീട്ടിന് പിന്നിലുള്ള ആ പോണ്ടിൽ കുളത്തിൽ നീന്താൻ പോയാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താണ്, ഒരു പാമ്പ്, ഒരു കരിമൂർഖൻ എന്ത് ചെയ്യുന്നു, ഒരു കള്ളിമുൾ ചെടികളുടെ കൂട്ടത്തിൽ നിന്നും ഇഴഞ്ഞു വരുന്നു. ഈ സമയത്ത് പൊന്തക്കാട്ടിൽ നിന്നും ആര് പ്രത്യക്ഷപ്പെടുന്നു, ഒരു കീരി എന്ത് ചെയ്യുന്നു, പ്രത്യക്ഷപ്പെടുന്നു. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. അപ്പോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു വശത്ത് നമുക്ക് കാണാം, വാട്ട് വാസ് ദ ഇൻസിഡന്റ് ദാറ്റ് ട്രിഗേർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെന്റ് ഫോർ ദ ബോയ് ഇൻ ദ സമ്മർ. ഏത് സംഭവമാണ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെന്റ് ഫോർ ദ ബോയ് ഇൻ ദ സമ്മർ, അല്ലെ, ഈ വേനൽക്കാലത്ത് ഈ ആൺകുട്ടിക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ എന്താണ്, ആവേശം അല്ലെങ്കിൽ കൗതുകം ഉണർത്തിയ കാര്യം എന്തെന്നാണ്, ഇറ്റ് വാസ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ സ്നേക്ക് അല്ലെങ്കിൽ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്, അല്ലെ, ദ മംഗൂസ് കീരിയും പാമ്പും തമ്മിലുള്ള ഒരു എന്താണ് ഫൈറ്റ്, അതായിരുന്നു എന്ത് ചെയ്തത്, ദാറ്റ് ഗേവ് എക്സൈറ്റ്മെന്റ് ഫോർ ദ ബോയ് ത്രൂ ഔട്ട് സമ്മർ. ആ വേനൽക്കാലത്ത് എന്ത് നൽകിയത്, എക്സൈറ്റ്മെന്റ് നൽകിയ ആ സംഭവം ഏതാണ്, ഈ ഫൈറ്റ് ആണ്, ഈ പോരാണ്. ഓക്കെ, നമുക്ക് ഇനി വീണ്ടും വരാം. ഇൻ എ ക്ലിയറിംഗ് എന്ന് വെച്ചാൽ ഒഴിഞ്ഞ സ്ഥലം എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ, എന്തിന് താഴെ, ബിനീത്ത് മീൻസ് അണ്ടർ, കീഴെ. ഓക്കെ, എന്തിന് താഴെ, ദ ട്രീ, ഈ മരത്തിന് താഴെയുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്, ഇൻ ബ്രൈറ്റ് സൺഷൈൻ, നല്ല തെളിഞ്ഞ വെയിലുള്ള ഒരു ഭാഗത്ത്, നല്ല തെളിഞ്ഞ വെയിലുള്ള ഒരു ഭാഗത്ത്, ദേ കെയിം, അവർ വന്നു. എങ്ങനെയാ വന്നത്, ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം അല്ലെങ്കിൽ നേർക്ക് നേരെ ആര് വരികയാണ്, നമ്മുടെ ഈ മൂർഖനും കീരിയും വരികയാണ്. അവരെന്ത് ചെയ്യാണ്, ഫേസ് ടു ഫേസ്, നേർക്ക് നേരെ എന്ത് ചെയ്തിരിക്കുന്നു, വന്നിരിക്കുന്നു. കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദ ഗ്രേ മംഗൂസ്, കോബ്ര നമ്മുടെ മൂർഖന് ന്യൂ ഓൺലി ടു വെൽ, നല്ലതുപോലെ നിശ്ചയമുള്ള, മനസ്സിലായ അല്ലെങ്കിൽ അറിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം, ദ ഗ്രേ മംഗൂസ്, നമ്മുടെ ഈ ഗ്രേ മംഗൂസ്, നമ്മുടെ ഈ കീരി, അല്ലെ, ഈ ഗ്രേ കളറിലുള്ള ചാര നിറത്തിലുള്ള ഈ കീരി 3 feet long, അതിന് എത്ര അടി നീളമുണ്ട്, 3 അടി നീളമുണ്ട്. എത്ര അടി നീളമുണ്ട്, 3 അടി നീളമുണ്ട്. ഈ 3 അടി നീളമുള്ള ഈ കീരി, അല്ലെ, ഈ കീരി എന്താണ്, വാസ് എ സൂപ്പർ, നല്ല ഒരു എന്താണ്, നല്ല അടിപൊളി ഒരു ഫൈറ്റർ, ഒരു പോരാളിയാണ്. ക്ലെവർ, ബുദ്ധിമാനാണ്. ആൻഡ് അഗ്രസീവ്, ആക്രമണ സ്വഭാവമുള്ള, അല്ലെ, നല്ല അഗ്രസീവ് മീൻസ് നല്ല ആക്രമണ സ്വഭാവമുള്ള, നല്ല ബുദ്ധിയുള്ള, അല്ലെങ്കിൽ എന്താണ്, നല്ല സൂപ്പർ ഫൈറ്റർ, ഒരു നല്ലൊരു പോരാളിയാണ്, അല്ലെങ്കിൽ നല്ല ഒരു പോരാട്ട വീര്യമുള്ള ഒരു ജന്തുവാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഏത്, ഈ കീരി, ഈ ഗ്രേ മംഗൂസ് എന്ന് ആർക്ക് നല്ലതുപോലെ അറിയാം, ഈ പാമ്പിന് നല്ലതുപോലെ അറിയാം. ബട്ട് ദ കോബ്ര, അതേ സമയത്ത് പക്ഷേ നമ്മുടെ ഈ മൂർഖനും വാസ് സ്കിൽഫുൾ, എന്തുള്ളതാണ്, കഴിവുള്ളതാണ്. ഓക്കെ, ഈ മൂർഖനും അത്രയ്ക്ക് മോശമൊന്നും അല്ല, ഇറ്റ് വാസ് ഓൾസോ സ്കിൽഫുൾ, നല്ല കഴിവുള്ള മൂർഖനാണ്. ആൻഡ് എക്സ്പീരിയൻസ്ഡ്, അതുപോലെ അനുഭവ സമ്പത്തുള്ള, അല്ലെ, എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. ഓക്കെ, ഇവർ രണ്ടുപേരും എന്താണ്, നല്ല ഫൈറ്റേഴ്സ് ആണ്, നല്ല പോരാളികൾ ആണ്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി, അപ്പൊ ഈ മൂർഖന് പറ്റുന്ന കാര്യമാണ്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി, വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അനങ്ങാൻ പറ്റും. ഈ മൂർഖൻ എന്ത് ചെയ്യാൻ പറ്റും, വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അനങ്ങാൻ പറ്റും, അല്ലെ, വളരെ വേഗത്തിൽ ചലനം സാധ്യമാകും ആർക്ക്, ഈ മൂർഖന്. ആൻഡ് സ്ട്രൈക്ക്, എന്നിട്ട് എന്ത് ചെയ്യാം, വേഗത്തിൽ വന്നിട്ട് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശ വേഗതയിൽ എന്ത് ചെയ്യാം, കൊത്താം, അല്ലെ, പ്രകാശ വേഗതയിൽ പ്രഹരമേൽപ്പിക്കാൻ അല്ലെങ്കിൽ കൊത്താനായിട്ട് കഴിയും ആർക്ക്, നമ്മുടെ ഈ കോബ്രയ്ക്ക്, മൂർഖൻ. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ്,
ആൻഡ് ദ സാക്സ് മീൻസ് ഇവിടെ എന്താണ്, പാമ്പിന്റെ പല്ലിന്റെ ബേക്കിൽ ഉണ്ട്, ഈ വിഷപ്പല്ലിന്റെ ബേക്കിൽ എന്തുണ്ട്, ഒരു തരം ഗ്രന്ഥിയുണ്ട്, സാക്സ് ഉണ്ട്. ഈ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ്, നീണ്ട് നല്ല മൂർച്ചയുള്ള ഈ ഫാങ്സ് മീൻസ് വിഷപ്പല്ല്, ഈ വിഷപ്പല്ലുകൾക്ക് പിന്നിലുള്ള ഈ എന്താണ് സാക്സ് അല്ലെങ്കിൽ ഈ ഗ്രന്ഥികൾ വേർ ഫുൾ ഓഫ്, അത് നിറയെ എന്താണ്, ഡെഡ്ലി വെനം, മാരകമായിട്ടുള്ള വിഷമുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ പാമ്പിന്റെ വിഷപ്പല്ലിന്റെ പിന്നിലുള്ള ഈ സാക്സ്, ഈ ഗ്രന്ഥിയിൽ എന്തുണ്ട്, മാരകമായിട്ടുള്ള വിഷമുണ്ട്. ഓക്കെ, നല്ല വിഷമുള്ള ഉഗ്രവിഷമുള്ള പാമ്പാണ് ആര്, ഈ പാമ്പ്. ഓക്കെ, അപ്പൊ ഈ പാമ്പും കീരിയും എന്ത് ചെയ്യാണ്, നേർക്ക് നേരെ അല്ലെ, ഫേസ് ടു ഫേസ് എന്ത് ചെയ്തിരിക്കുകയാണ്, വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് തമ്മിൽ പരസ്പരം അവരവരുടെ ശക്തികൾ അല്ലെ അതിനെപ്പറ്റി ബോധവാന്മാരാണ് എന്ന് ആര് കരുതുകയാണ്, നമ്മുടെ നരേറ്റർ കരുതുകയാണ്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ് അല്ലെ, ചാമ്പ്യന്മാർ തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു അല്ലെ, അല്ലെങ്കിൽ എന്താണ്, പോരാളികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ എന്താണ്, കിടിലങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു ഏത്, ആ പോരാട്ടം. ഓക്കെ, അങ്ങനെ ആകാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഈ പാമ്പ് ഒട്ടും മോശക്കാരനല്ല, കീരിയും ഒട്ടും മോശക്കാരനല്ല, ഇവർ തമ്മിലുള്ള ഫൈറ്റ് ആണ് ഏത് അവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഹിസ്സിംഗ് ഡിഫെൻസ്. ഹിസ്സിംഗ് മീൻസ് എന്താണ്, ശീൽക്കാരം. ശീൽക്കാരം എന്ന് വെച്ചാൽ ആ ശബ്ദമാണ് ഹിസ്സിംഗ്. ഹിസ്സിംഗ് ഡിഫെൻസ് മീൻസ് ഇവിടെ പോർവിളി എന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, ശീൽക്കാര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വാടാ ഇങ്ങോട്ട് കാണാം എന്നുള്ള ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, ആ ഒരു മനോഭാവത്തോടെ ആ പോർവിളിയോടുകൂടി ഹിസ് ഫോർക്കഡ് ടങ്. ഫോർക്കഡ് മീൻസ് പാമ്പിന്റെ നാക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഫോർക്കഡ് അല്ലെ, രണ്ട് എന്താണ്, ഫോർക്ക് പോലെ ഇരിക്കും. ഹിസ് ഫോർക്കഡ് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്, അത് വളരെ വേഗത്തിൽ. ഓക്കെ, ഡാർട്ടിങ് മീൻസ് വേഗത്തിൽ മുമ്പോട്ടും പോവുക എന്നാണ്. ഓക്കെ, ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്, അകത്തേക്കും പുറത്തേക്കും എന്ത് ചെയ്യുന്നു, ഈ പാമ്പ് ഇങ്ങനെ നാക്ക് അകത്തേക്കും പുറത്തേക്കും വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നു, ചലിപ്പിക്കുന്നു. അപ്പൊ എങ്ങനെയാണ്, സീൽക്കാര ശബ്ദത്തോടെ പോർ വിളിച്ചുകൊണ്ട് നാക്ക് ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും അല്ലെ, അകത്തോട്ടും പുറത്തോട്ടും ഇട്ട് ഇങ്ങനെ പാമ്പ് ഇങ്ങനെ നാക്ക് ഇങ്ങനെ ഇട്ടാക്കുമല്ലോ, അങ്ങനെ ആക്കി ദ കോബ്ര, ഈ മൂർഖൻ എന്ത് ചെയ്യാണ്, റൈസ്ഡ് എന്ന് വെച്ചാൽ ഉയരുകയാണ് അല്ലെ, പൊങ്ങുകയാണ്. 3 of his 6 feet off the ground. ആ മൂർഖന്റെ മുഴുവൻ നീളം എത്രയാണ്, 6 feet, 6 അടിയാണ്. 6 അടിയിൽ 3 അടിയും എന്ത് ചെയ്തു, ഉയർത്തി. ഓക്കെ, ഉയർത്തി എവിടെ നിൽക്കുകയാണ്, ആ നിലത്ത് ഇങ്ങനെ പത്തി വിടർത്തി. ആൻഡ് സ്പ്രെഡ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് മീൻസ് വിടർത്തുക. ഹിസ് ബ്രോഡ് അല്ലെ, തന്റെ എന്താണ്, നല്ല വിശാലമായ അല്ലെങ്കിൽ വലിയ സ്പെക്ടാക്കിൾഡ് ഹുഡ് മീൻസ് ഈ സ്പെക്ടാക്കിൾഡ് എന്ന വാക്ക് ഉപയോഗിച്ചത് ഇറ്റ് ഈസ് ടു ഡിസ്ക്രൈബ് ദ ഷേപ്പ് ഓഫ് എ സ്പെക്ടാക്കിൾ that we can see behind the hood of a cobra. അതായത് ഒരു മൂർഖന്റെ പത്തിക്ക് ബേക്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു തരം എന്താണ്, സ്പെക്ടാക്കിൾ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം എന്താണ്, കണ്ണാടിയുടെ ആകൃതിയിൽ ഇരിക്കുന്ന ഒരു സംഭവം, അതിനെ കാണിക്കാനായിട്ട് ആണ് ഈ സ്പെക്ടാക്കിൾഡ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്പെക്ടാക്കിൾഡ് എന്ന് വെച്ചാൽ കണ്ണാടിയുടെ ആകൃതിയിലുള്ള ഏത്, പത്തി. ഓക്കെ, അപ്പം തന്റെ ഈ കണ്ണാടിയുടെ ആകൃതിയുള്ള അല്ലെങ്കിൽ കണ്ണാടി പോലെ തോന്നിപ്പിക്കുന്ന ഒരു ചിത്രത്തിന്റെ ആകൃതിയുള്ള ഒരു പത്തി അല്ലെ, ഈ പത്തി ഇങ്ങനെ വിടർത്തിക്കൊണ്ട്, തന്റെ ഈ വിശാലമായ അല്ലെങ്കിൽ വിടർന്ന പത്തി ഇങ്ങനെ വിരിച്ചുകൊണ്ട് ആര് നിൽക്കുകയാണ്, ഇങ്ങനെ തന്റെ 6 അടിയിൽ 3 അടി ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ദേഷ്യത്തോടെ എന്ത് ചെയ്യാണ്, ആര് നിൽക്കുകയാണ്, പോർവിളിയോടെ ആര് നിൽക്കുകയാണ്, നമ്മുടെ ഈ കോബ്ര, ഈ മൂർഖൻ നിൽക്കുകയാണ്. ദ മംഗൂസ്, ഈ സമയത്ത് ഓപ്പോസിറ്റ് സൈഡും എന്ത് നടക്കുന്നുണ്ട്, ഈ കീരിയുടെ ഭാഗത്ത് നിന്നും എന്ത് നടക്കുന്നുണ്ട്, പോർവിളി നടക്കുന്നുണ്ട്. ഈ കീരി എന്ത് ചെയ്യുന്നു, ബുഷ്ഡ് ഹിസ് ടൈൽ, ഈ പൂടയൊക്കെ ഇങ്ങനെ വിടർത്തി അല്ലെ, പൂട എന്ത് ചെയ്യുന്നു, എവിടത്തെ പൂട, ബുഷ്ഡ് ഹിസ് ടൈൽ അല്ലെ, തന്റെ എന്താണ് ഈ വാലിലെ പൂടയൊക്കെ ഇങ്ങനെ വിരിച്ച് ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ, നമ്മുടെ ഈ കീരിയുടെ മുതുകത്തുള്ള, സ്പൈൻ മീൻസ് മുതുക് അല്ലെങ്കിൽ നടുവ് എന്നൊക്കെയാണ് അർത്ഥം, നട്ടെല്ല് എന്നൊക്കെയാണ് അർത്ഥം. തന്റെ നടുവിലുള്ള എന്താണ് ലോങ് ഹെയർ, നീളൻ മുടിയും എല്ലാം എന്ത് ചെയ്തു, എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ വിടർത്തി എന്ത് ചെയ്യാണ്, ഈ കീരി അങ്ങനെ നിൽക്കുകയാണ്. തന്റെ വാലൊക്കെ ഇങ്ങനെ പൂടയൊക്കെ പിരിച്ച് മുതുവിലുള്ള രോമങ്ങളെല്ലാം ഇങ്ങനെ വിടർത്തി ആര് നിൽക്കുകയാണ്, നമ്മുടെ ഈ കീരിയും ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. ഇൻ ദ പാസ്റ്റ്,
കഴിഞ്ഞ കാലത്ത് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ, ഈ എന്താണ് വെരി തിക്നെസ്, നല്ല കട്ടിയുള്ള ഓഫ് ഹിസ് ഹെയർ, അവന്റെ ഈ രോമം ഉണ്ടല്ലോ, ഹാഡ് സേവ്ഡ് ഹിം ഫ്രം ബൈറ്റ്സ്, എന്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്? ആ കടിയിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫാറ്റൽ ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് മാരകമായേക്കാവുന്ന അല്ലെങ്കിൽ മരണത്തിന് കാരണമായേക്കാവുന്ന കടികളിൽ നിന്നും എന്ത് രക്ഷിച്ചിട്ടുണ്ട്? ഈ കീരിയെ, ഈ കീരിയുടെ പിന്നെ എന്താണ് പുറത്തുള്ള ഈ നീളൻ മുടികൾ, രോമങ്ങൾ, നല്ല ഇടതിങ്ങിയ രോമങ്ങൾ ആരെ രക്ഷിച്ചിട്ടുണ്ട്? ഈ കീരിയെ രക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? അപ്പൊ ഈ പാമ്പ് എന്ത് ചെയ്യാണ്? ആ പത്തി വിടർത്തി എന്താണ് പകുതി ഉയർന്ന് നിൽക്കുകയാണ്. ഈ കീരിയും അതുപോലെ എന്ത് ചെയ്യാണ്? നല്ലതുപോലെ പൂടയൊക്കെ ഇങ്ങനെ പിരിച്ച് അല്ലെ അങ്ങനെ എന്ത് ചെയ്യാണ്? നല്ല ദേഷ്യത്തോടെ പരസ്പരം നിൽക്കുകയാണ് എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. The combatants were unaware of my presence. എന്നിരുന്നാലും the combatants means എന്താണ്? ഈ പോരാളികൾ അല്ലെങ്കിൽ ഈ അടികൂടുന്ന ആളുകൾ. ഓക്കെ, ഈ കോമ്പാറ്റൻസ് എന്ത് ചെയ്യാണ്? വേർ അൺഅവെയർ, അവരെന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. എന്തറിയുന്നില്ല? ഓഫ് മൈ പ്രസൻസ്, എന്റെ സാന്നിധ്യം, എന്റെ സാമീപ്യം, ഞാൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ആര് മനസ്സിലാക്കുന്നില്ല? ഇവർ രണ്ടുപേരും. ആരൊക്കെ? ഈ കീരിയും പാമ്പും മനസ്സിലാക്കുന്നില്ല. ഇദ്ദേഹം എവിടെ ഇരിക്കുകയാണ്? ഹിസ് പ്രസൻസ് ഇൻ ദ ബനിയൻ ട്രീ, ഇദ്ദേഹം ആൽമരത്തിൽ ഇരിക്കുകയാണ് അല്ലെ. ഈ ആൽമരത്തിലെ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ആര് മനസ്സിലാക്കുന്നില്ല? ഈ കീരിയും പാമ്പും മനസ്സിലാക്കുന്നില്ല. പക്ഷേ അവരെന്ത് ചെയ്തു? പെട്ടെന്ന് became aware of the arrival of two other spectators അല്ലെ. അവര് മറ്റ് രണ്ട് കാഴ്ചക്കാരുടെ വരവ് എന്ത് ചെയ്തു? അവര് മനസ്സിലാക്കി. ഇദ്ദേഹത്തിന്റെ, അതായത് നമ്മുടെ നരേറ്റർ ഇവിടെ ആലിന്റെ മുകളിലല്ലേ, ഇതെല്ലാം ലൈവായിട്ട് മുകളിൽ നിന്ന് കാണുന്നുണ്ട്. ഇതാര് മനസ്സിലാക്കുന്നില്ല? ഇതാര് കാണുന്നില്ല? ഈ കീരിയും പാമ്പും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? വേറെ രണ്ട് കാഴ്ചക്കാര് വന്നത് അവരെന്ത് ചെയ്തു? അവര് മനസ്സിലാക്കി, അല്ലെങ്കിൽ they were aware of it. അതിനെപ്പറ്റി അവർക്ക് അറിവുണ്ടായിരുന്നു എന്നാണ്. അതിനു മുമ്പ് അത് ആരൊക്കെയാണ് എന്ന് പറയുന്നതിന് മുമ്പ് ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ക്വസ്റ്റ്യനുകൾ കാണാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ നോക്കാനുള്ളത്. ഹൗ ഡിഡ് ദ കോബ്ര റിഗാർഡ് ഹിസ് ഒപ്പോണന്റ്? വേർ ദേ ട്രൂ വാരിയേഴ്സ്? എങ്ങനെയാണ് ഈ പാമ്പ്, ഈ മൂർഖൻ എന്ത് ചെയ്തത്? റിഗാർഡ് ഹിസ് ഒപ്പോണന്റ്, ഓക്കെ, തന്റെ എതിരാളിയെ പരിഗണിച്ചത്. വേർ ദേ ട്രൂ വാരിയേഴ്സ്, ഇവരെന്താണ്? എങ്ങനെയുള്ളവരാണോ? യഥാർത്ഥ പോരാളികൾ ആണോ? ഈ ചോദ്യം ഞാൻ നിങ്ങൾക്കായിട്ട് വിട്ടു തന്നിരിക്കുകയാണ്. അതിന്റെ ഉത്തരം എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതി നമ്മുടെ ഗ്രൂപ്പിലേക്ക് അയക്കുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രോം ദ സ്നേക്സ് ബൈറ്റ്? എങ്ങനെയാണ് ഈ കീരി പാമ്പിന്റെ കടി കൊള്ളാതെ നോക്കിയത് എന്നാണ് അല്ലെ. നമ്മൾ അവിടെ കണ്ടു എന്താണ്? ഇവിടെ ഇപ്പൊ ഈ ഘട്ടത്തിൽ, അതായത് നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? എന്താ പറയാം? ഹിസ് ലോങ് ഹെയർ, ഓക്കെ, ആൻഡ് ബുഷി ടെയിൽ അല്ലെ. അദ്ദേഹത്തിന്റെ എന്താണ്? നീളൻ രോമങ്ങളും അതുപോലെ എന്താണ്? നല്ല ബുഷി ടെയിൽ അല്ലെ, നല്ല രോമാവൃതമായിട്ടുള്ള വാലും എല്ലാം എന്ത് ചെയ്തു? ഇറ്റ് പ്രിവെന്റഡ് ഹിം ഫ്രം എന്താണ്? ഡെഡ്ലി ബൈറ്റ്സ്. അത് എന്തിൽ നിന്ന് തടഞ്ഞു? ഡെഡ്ലി ബൈറ്റ്സ് അല്ലെ, വളരെ മാരകമായിട്ടുള്ള കടി ഏൽക്കാതിരിക്കാനായിട്ട് ആരെ സഹായിച്ചു? ഇറ്റ് സേവ്ഡ് ഹിം അല്ലെ, ഈ കീരിയെ സഹായിച്ചു എന്ന് നമുക്ക് കാണാം. അതാണ് അതിന്റെ ഇവിടെ ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ പറ്റുന്ന ഉത്തരം. നമുക്ക് ബാക്കി നോക്കാം. അപ്പോ ഈ സമയത്ത് എന്ത് ചെയ്തു? ഈ ആൺകുട്ടി, നമ്മുടെ നരേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആൽമരത്തിൽ ഇരുന്നതെല്ലാം കാണുന്നുണ്ട്. ഇത് പക്ഷെ ആര് മനസ്സിലാക്കുന്നില്ല? ഈ കീരിയും അതുപോലെ ഈ പാമ്പും മനസ്സിലാക്കുന്നില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? മറ്റ് രണ്ട് കാഴ്ചക്കാരുടെ വരവ് ആര് മനസ്സിലാക്കുന്നു? ഇവർ രണ്ടുപേരും മനസ്സിലാക്കുന്നു. അവർ ആരൊക്കെയാണ് എന്നാണ്. വൺ വാസ് എ മൈന, അതിൽ ഒരാൾ ആരാണ്? ഒരു മൈനയാണ്. ഒരാൾ ആരാണ്? വൺ വാസ് എ മൈന, ഒരാള് ഒരു മൈനയാണ്. ആൻഡ് ദ അതർ, മറ്റേ ആൾ എന്താണ്? എ ജംഗിൾ ക്രോ, ഒരു കാട്ടുകാക്ക. മീൻസ് എന്താണ്? വനപ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു തരം കാക്കയാണ് ജംഗിൾ ക്രോ. നോട്ട് ദ വെലി അർബൻ ക്രോ, എന്തല്ല കൗശലക്കാരനായിട്ടുള്ള എന്താണ് നഗരത്തിലെ കാക്കയല്ല, കാട്ടുകാക്ക. ഓക്കെ, കാട്ടിലൊക്കെ കാണപ്പെടുന്ന കാക്ക. ഓക്കെ, അവർ രണ്ടുപേരുമാണ് എന്ത്? ദ ടു സ്പെക്ടാക്ടേഴ്സ് അല്ലെ.
ഈ നമ്മുടെ ഈ നരേറ്റർ അല്ലാതെയുള്ള രണ്ട് കാഴ്ചക്കാർ ആരൊക്കെയാണ്? ഒരു മൈനയും മറ്റൊരാള് വിലി അർബൻ ക്രോ അല്ല, ജംഗിൾ ക്രോ. ഓക്കെ, ആരാണ്? കാട്ടിലെ ഒരു തരം കാക്കയുമാണ്. ഓക്കെ, they had seen these preparations for the battle. ഇവർ എന്ത് കണ്ടിട്ട് വന്നിരിക്കുകയാണ്? the preparations for the battle. ഈ യുദ്ധത്തിന്റെ ഒരുക്കങ്ങൾ, അല്ലെ? preparations means ഒരുക്കങ്ങൾ കണ്ടു വന്നിരിക്കുകയാണ്. and had settled on the cactus. ഇവർ രണ്ടുപേരും എവിടെ വന്നിരിക്കുകയാണ്? ഈ കള്ളിമുൾ ചെടിയിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. to watch the outcome. എന്ത് കാണാനാണ്? to watch, കാണാനാണ്. the outcome means result. ഇതെന്താവും എന്ന് കാണാനായിട്ടാണ് ഇവർ രണ്ടുപേരും എന്ത് ചെയ്തിരിക്കുന്നത്? ഈ കാക്ടസിൽ വന്ന് ഇരിക്കുന്നത്. had they been content only to watch, all would have been well with both of them. had they been content, എന്താണ്? ഇതൊരു കണ്ടീഷണൽ ക്ലോസ് ആണ്. കണ്ടീഷണൽ ക്ലോസ് എന്താണ് എന്നും അതെങ്ങനെ എഴുതണമെന്നൊക്കെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഇതെന്താണ്? had they been content only to watch, അവരിത് കാണുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നു എങ്കിൽ, അവരിത് കാണുന്നത് കൊണ്ട്, കണ്ടന്റ് എന്ന വാക്കിന്റെ ഇവിടുത്തെ മീനിങ് എന്താണ്? തൃപ്തിപ്പെടുക എന്നാണ്. ഇത് കണ്ടുകൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നു എങ്കിൽ all would have been well with both of them. രണ്ടുപേർക്കും എന്താണ്? ഒരു കുഴപ്പമില്ല, നല്ലതുപോലെ പോയേനെ. അപ്പോൾ അവര് കാണുക മാത്രമല്ല, മറ്റെന്തോ ചെയ്തു. എന്താണ് ചെയ്തതെന്ന് നമുക്ക് എന്ത് ചെയ്യാം? വഴിയെ പറയാം. അപ്പൊ ഇവര് കാണുന്നത് കൊണ്ട്, ഈ യുദ്ധം നേർക്ക് നേരെ കാണുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നെങ്കിൽ ഇതെന്താണ്? രണ്ടുപേർക്കും വലിയ പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ പോയേനെ. പക്ഷെ അങ്ങനെ അല്ല എന്ന ഒരു സൂചന അവിടെ കിട്ടുന്നുണ്ട്. The cobra stood on defensive. നമ്മുടെ ഈ പാമ്പ് എന്ത് ചെയ്യാണ്? on the defensive, പ്രതിരോധം ഉയർത്തി, അല്ലെങ്കിൽ എന്താണ്? സ്വയരക്ഷാർത്ഥം എന്ത് ചെയ്യാണ്? ഇങ്ങനെ നിൽക്കുകയാണ്. സ്വേ ചെയ്യാന്ന് വെച്ചാൽ ആടുക. ഓക്കെ, ആടുക. ഫ്രോം സ്ലോലി, ഫ്രോം സൈഡ് ടു സൈഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? ആടുകയാണ്. trying to mesmerize the mongoose into marking a false movement. ആരെ എന്ത് ചെയ്യാനാണ്? മെസ്മറൈസ് മീൻസ് വശത്താക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ മോഹലാസ്യപ്പെടുത്തുക എന്നൊക്കെ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് മെസ്മറൈസ്. ഇവിടെ വശത്താക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. trying to mesmerize, എന്ത് ചെയ്യാൻ നോക്കുകയാണ്? trying to mesmerize the mongoose into marking a false move. ഈ കീരിയെ കൊണ്ട് ഒരു ഫാൾസ് മൂവ്, ഒരു തെറ്റായിട്ടുള്ള ഒരു അറ്റാക്ക് നടത്താനായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ആടുകയാണ്. അതായത് ഈ പാമ്പ് ഇങ്ങനെ ആടുമ്പോൾ ഈ കീരിക്ക് ഒരു കൺഫ്യൂഷൻ ആവും എങ്ങനെ ആക്രമിക്കണമെന്ന്. അങ്ങനെ ഈ പാമ്പ് എന്ത് ചെയ്യാണ്? ഇങ്ങനെ സൈഡ് ടു സൈഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി നിൽക്കുകയാണ്. ഓക്കെ, ബട്ട് ദ മംഗൂസ്, പക്ഷേ നമ്മുടെ കീരി ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻസ്. എന്തിന്റെ ശക്തി കീരിക്ക് അറിയാമായിരുന്നു? ഓഫ് ഹിസ് ഒപ്പോണൻസ്, തന്റെ എതിരാളിയുടെ. ഗ്ലാസി മീൻസ് എന്താണ്? എന്താണ്? നല്ല സ്ഫടികം പോലെയുള്ള, അല്ലെങ്കിൽ ചില്ല് പോലെയുള്ള, അൺവിങ്കിങ്, കണ്ണ് ചിമ്മാത്ത, അല്ലെ? ചിമ്മാത്ത കണ്ണുകളുടെ ശക്തി, അല്ലെ? നല്ല ചില്ല് പോലെയുള്ള, അതുപോലെ ചിമ്മാത്ത, അതായത് കണ്ണ് ചിമ്മാത്ത തന്റെ എതിരാളിയുടെ കണ്ണിന്റെ ശക്തിയെ പറ്റി ആര് മനസ്സിലാക്കിയിരുന്നു? നമ്മുടെ കീരി, അല്ലെ? മംഗൂസ് മനസ്സിലാക്കിയിരുന്നു. ആൻഡ് റെഫ്യൂസ്ഡ് ടു മീറ്റ് ദം. അതുകൊണ്ട് കീരി എന്ത് നോക്കിയില്ല? ഈ കണ്ണിലേക്ക്. ആരുടെ കണ്ണിലേക്ക്? ഈ കോബ്രയുടെ കണ്ണിലേക്ക് നോക്കിയില്ല. ഇൻസ്റ്റെഡ്, അതിനു പകരം ഹി ഫിക്സഡ് ഹിസ് ഗെയ്സ്, തന്റെ നോട്ടം. ഗെയ്സ് മീൻസ് നോട്ടം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഹി ഫിക്സഡ് ഹിസ് ഗെയ്സ്, തന്റെ നോട്ടം എവിടെ ഉറപ്പിച്ചു? അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ്. ഈ പാമ്പിന്റെ പത്തിക്ക് താഴെയുള്ള, അല്ലെ? പാമ്പിന്റെ പത്തിക്ക് താഴെയുള്ള ഒരു പോയിന്റിൽ ആരുടെ നോട്ടം? കീരിയുടെ നോട്ടം എന്ത് ചെയ്തു? ഉറപ്പിച്ച് വെച്ചു. ഓക്കെ, ആ സമയത്ത് ആൻഡ് ഓപ്പൺഡ് ദ അറ്റാക്ക്. എന്നിട്ട് എന്ത് ചെയ്തു? ഓപ്പൺ ദ അറ്റാക്ക്, ആക്രമണം എന്ത് ചെയ്തു? തുടങ്ങി. അതായത് യുദ്ധം തുടങ്ങി. Moving forward quickly until he was just within the cobra's reach. Moving forward quickly, പെട്ടെന്ന് മുന്നോട്ട് നീങ്ങി. until he was just within the cobra's reach, നമ്മുടെ ഈ മൂർഖന്റെ അടുത്തെത്താറായപ്പോഴേക്കും he made a feint to one side. എന്ത് ചെയ്തു? ഒരു ഫെയിന്റ് മീൻസ് ഇവിടെ അർത്ഥമാക്കുന്നത് കപട യുദ്ധം, അല്ലെങ്കിൽ എന്താണ്? വെറുതെ ഇങ്ങനെ വന്നിട്ട് വെട്ടിമാറുക. ഓക്കെ, അതായത് ഈ പാമ്പിന്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു? വെട്ടി അങ്ങ് മാറി. ഓക്കെ, പെട്ടെന്ന് എന്ത് ചെയ്തു? മാറിക്കളഞ്ഞു.
അതായത് പാമ്പ് ഇങ്ങനെ കൊത്താനായിട്ട് വരുന്ന ആ സമയത്ത് എന്ത് ചെയ്തു, മാറിക്കളഞ്ഞു. ഇമീഡിയറ്റ്ലി ഇത് മാറിയ അതേ സമയത്ത് ഇമീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ ദ കോബ്ര സ്ട്രക്ക്, പാമ്പ് എന്ത് ചെയ്തു, കൊത്തി. അപ്പോ ഈ കീരി നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആണ്, ഒരു കോമ്പാറ്റന്റ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലെ. അതായത് ഈ പാമ്പിന്റെ അടുത്തെത്താറായിട്ട് എന്ത് ചെയ്തു, പെട്ടെന്ന് ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. ഓക്കെ, ഒഴിഞ്ഞു മാറി പോയി. ഓക്കെ, ഇമീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രൈക്ക്, പെട്ടെന്ന് തന്നെ പാമ്പ് കൊത്തി. ഹിസ് ഗ്രേറ്റ് ഹൂഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി. ഹിസ് ഗ്രേറ്റ് ഹൂഡ് അല്ലെ, തന്റെ ആ വലിയ പത്തി എന്ത് ചെയ്തു, കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി, വളരെ വേഗത്തിലാണ് എന്ത് ചെയ്തത്, താഴേക്ക് വന്നത്. ദാറ്റ് ഐ തോട്ട്, ആ സമയത്ത് ഞാൻ കരുതി, ഞാൻ ചിന്തിച്ചു, ഞാൻ മീൻസ് നരേറ്റർ ചിന്തിച്ചു, ദാറ്റ് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. ഒരു കാരണവശാലും ആര് രക്ഷപ്പെടില്ല, ഈ കീരി രക്ഷപ്പെടില്ല. കീരിയെ രക്ഷപ്പെടുത്താനേ പറ്റൂല എന്ന് ആര് വിചാരിച്ചു, ഞാൻ വിചാരിച്ചു. ബട്ട് ദ ലിറ്റിൽ ഫെലോ, പക്ഷെ ആ കുഞ്ഞൻ അല്ലെ, നമ്മുടെ ഈ കീരിയ പറയുന്ന ദാറ്റ് ലിറ്റിൽ ഫെലോ, ആ കൊച്ചു ചങ്ങാതി, ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്, വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്തു, ഒരു വശത്തേക്ക് ചാടി മാറി, ഒഴിഞ്ഞ് മാറി. ആൻഡ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര, എന്നിട്ട് വീണ്ടും അകത്തേക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്തു, ഈ പാമ്പിന്റെ അടുത്തേക്ക് ചാടി വീണു. വളരെ വേഗത്തിൽ മുമ്പോട്ട് പാമ്പിന്റെ നേർക്ക് ചാടി. അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്, വീണ്ടും എന്ത് ചെയ്തു, അതുപോലെ ചാടി. പാമ്പിന് എത്തുന്നതിന് ഇത്തിരി ബാക്കിലോട്ട് എന്ത് ചെയ്തു, ആര് ചാടി, നമ്മുടെ ഈ കീരി ചാടി. ഓക്കെ, അപ്പോ ഈ കീരിയുടെ ഒരു രീതിയാണ് അതല്ലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മേലിൽ വീണ്ടും രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ വശത്ത് കാണാം. ദ കോബ്ര വാസ് എ ഗുഡ് ഫൈറ്റർ, നമ്മുടെ ഈ പാമ്പ്, നമ്മുടെ മൂർഖൻ വാസ് എ ഗുഡ് ഫൈറ്റർ, നല്ലൊരു പോരാളിയാണ്, നല്ലൊരു ഫൈറ്റർ ആണ്. പിക്ക് ഔട്ട് വൺ ഓഫ് ഹിസ് ഫൈറ്റിംഗ് ടെക്നിക്സ്, നമ്മൾ എന്ത് ചെയ്യുക, ഈ കോബ്രയുടെ, ഈ മൂർഖന്റെ ഫൈറ്റിംഗ് ടെക്നിക്ക്, ഈ പോരിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്താണ് എന്ന് കണ്ടെത്തുക. ഒരുപാട് ഉണ്ടല്ലേ. എങ്ങനെയാണ് ദ സ്നേക്ക് അല്ലെ, ഈ പാമ്പ് എന്ത് ചെയ്തു, ദ കോബ്ര മേഡ് ക്വിക്ക് അല്ലെങ്കിൽ സ്വിഫ്റ്റ് അറ്റാക്ക് അല്ലെ, വളരെ വേഗത്തിലുള്ള അറ്റാക്ക് ആര് നടത്തും, കോബ്ര നടത്തും അല്ലെ, വളരെ വേഗത്തിൽ കൊത്തും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു രീതി. ഓക്കെ, വളരെ വേഗത്തിൽ കൊത്തും. അതുപോലെ എന്ത് ചെയ്യും, സ്വേ ചെയ്യും അല്ലെ, ഇങ്ങനെ ആടി നിൽക്കും. ആൻഡ് ട്രൈ ടു മെസ്മർ ദ ഒപ്പണന്റ് അല്ലെ, എന്നിട്ട് മെസ്മറൈസ് ദ ഒപ്പണന്റ്, തന്റെ എതിരാളിയെ മെസ്മറൈസ് ചെയ്യാനായിട്ട് നോക്കും. ഇതൊക്കെയാണ് പാമ്പിന്റെ ഒരു രീതി. ഓക്കെ, ദ മംഗൂസ്, രണ്ടാമത്തെ ചോദ്യമാണ്, 10ാമത്തെ ചോദ്യം. ദ മംഗൂസ് പ്രൂവ്ഡ് ദാറ്റ് ഹി വാസ് ക്ലെവർ. മംഗൂസ്, നമ്മുടെ കീരി എന്ത് ചെയ്തു, കീരി താൻ ബുദ്ധിമാനാണ് എന്ന് തെളിയിച്ചു. ക്യാൻ യു സൈറ്റ് എനി ഇൻസ്റ്റൻസ് ഓഫ് ഹിസ് ക്ലെവർനെസ്, ഈ ബുദ്ധിക്ക് എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റുമല്ലേ. അതായത് പാമ്പിന്റെ അല്ലെങ്കിൽ ഈ മൂർഖന്റെ അടുത്ത് വരെ വന്നിട്ട് വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്തു, ഒഴിഞ്ഞു മാറും അല്ലെ. പാമ്പ് വിചാരിക്കും എന്ത് ചെയ്യാണ്, അതിന്റെ അടുത്തേക്ക് വരികയാണെന്ന്. പാമ്പ് എന്ത് ചെയ്യും, ഒന്ന് കൊത്തുമ്പോഴെന്ത് ചെയ്യത്തില്ല, ഈ കീരി പിടി കൊടുക്കത്തില്ല, അങ്ങ് ഒഴിഞ്ഞു മാറി കൊടുക്കും. അപ്പൊ ഇതെന്തിനെയാണ് കാണിക്കുന്നത്, ഈ കീരിയുടെ ക്ലെവർനെസ് അല്ലെങ്കിൽ ബുദ്ധികൂർമ്മതയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പോവാം. അപ്പോ ഇവിടെ എന്ത് ചെയ്യാം, നമുക്കൊരു ചിത്രം കാണാം. ആ ചിത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ യുദ്ധം അല്ലെ, ആര് നേരിട്ട് കാണുന്നുണ്ട്. ദ ബോയ് ഈസ് വാച്ചിങ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് മംഗൂസ് ഡയറക്ട്ലി ഫ്രോം ദ ബനിയൻ ട്രീ അല്ലെ. ഈ ആൽമരത്തിൽ നമുക്ക് അവിടെ ഒരു കുഷനൊക്കെ കാണാം. അദ്ദേഹം കുഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ആൽമരത്തിന്റെ പാതി വെച്ച് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അവിടെ ഈ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് സ്പെക്ടാറ്റേഴ്സ് ആരൊക്കെയാണെന്ന് കാണാം. വൺ ഈസ് ദ മൈന, ഒരാൾ ആരാണ്, മൈനയാണ്. അത് അനദർ ഈസ് എ ജംഗിൾ ക്രോ, മറ്റൊരാൾ കാക്കയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ദ മൊമെന്റ് ദ കോബ്ര സ്ട്രക്ക്, കോബ്ര അല്ലെങ്കിൽ നമ്മുടെ ഈ മൂർഖൻ കൊത്തിയ ആ നിമിഷം, ദ ക്രോ ആൻഡ് ദ മൈന, അതേ സമയത്ത് ഈ പാമ്പ് കൊത്തിയ അതേ സമയത്ത് ദ ക്രോ ആൻഡ് ദ മൈന, ഈ കാക്കയും മൈനയും കൂടെ ഹേർഡ് ദംസെൽവ്സ് അറ്റ് ഹിം. ഹേർഡ് മീൻസ് ബഹളത്തോടെ വന്നു എന്നാണ്. ബഹളം വെച്ച് എന്ത് ചെയ്യുന്നു, ഈ പാമ്പിന്റെ നേർക്ക് എന്ത് ചെയ്യുന്നു, അടുക്കുന്നു. ഓൺലി ടു കൊളൈഡ്, എന്നിട്ട് നേർക്ക് ആരുടെ അടുത്ത് വരുന്നില്ല, ഈ പാമ്പിന്റെ അടുത്ത് വരുന്നില്ല. ഓൺലി ടു കൊളൈഡ്, കൊളൈഡ് മീൻസ് കൂട്ടിമുട്ടുക. ഹെവിലി ഇൻ മിഡ് എയർ, വായുവിൽ വെച്ച് അവരെന്ത് ചെയ്യുന്നു, ഈ കാക്കയും ഈ മൈനയും കൂടെ എന്ത് ചെയ്യുന്നു, കൂട്ടിമുട്ടുന്നു. കൊളൈഡ് മീൻസ് കൂട്ടിയിടിക്കുക.
കൊളൈഡ് ഹെവിലി ഇൻ മിഡ് എയർ, അന്തരീക്ഷത്തിൽ വെച്ച് കൂട്ടിയിടിക്കുന്നു. ഷ്രൈക്കിംഗ് അറ്റ് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഷ്രൈക്ക് എന്ന് വെച്ചാൽ എന്ത് ചെയ്യാണ്, ബഹളം ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൂക്കി വിളിക്കുക, അല്ലെ, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്. ആൻഡ് ദേ റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്, എന്നിട്ട് തിരിച്ച് അതുപോലെ എവിടെ പോയിരിക്കും, കാക്ടസ് പ്ലാന്റിൽ പോയിരിക്കും. അപ്പൊ ഈ പാമ്പ് ഇങ്ങനെ കൊത്തിയ അതേ സമയത്ത് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു, ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പാമ്പിന് നേർക്ക് വരുന്നു. അന്തരീക്ഷത്തിൽ വെച്ച് അവർ രണ്ടും കൂട്ടിയിടിച്ചിട്ട് തിരിച്ച് അതുപോലെ എന്ത് ചെയ്യുന്നു, ശബ്ദമൊക്കെ ഉണ്ടാക്കി ഒരല്പം ബഹളമൊക്കെ ഉണ്ടാക്കി തിരിച്ചെവിടെ പോയിരിക്കുന്നു, ഈ കാക്ടസ് പ്ലാന്റിൽ അല്ലെങ്കിൽ ഈ കള്ളിമുൾ ചെടിയിൽ പോയി ഇരിക്കുന്നു. ഓക്കെ, എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ്, ഏതാനും തുള്ളി രക്തം. ഗ്ലിസൺ മീൻസ് തിളങ്ങുക അല്ലെങ്കിൽ മിന്നുക എന്നാണ്. ഓൺ ദ കോബ്രാസ് ബ്ലാക്ക് ബാക്ക്, ഓക്കെ, നമ്മുടെ ഈ മൂർഖന്റെ പിന്നിൽ ഏതാനും തുള്ളി രക്തം എന്ത് ചെയ്തിട്ടുണ്ട്, പൊടിഞ്ഞിട്ടുണ്ട്, അത് തിളങ്ങുന്നുണ്ട്. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്, വീണ്ടും എന്ത് ചെയ്തു, ഈ കോബ്ര എന്ത് ചെയ്തു, സ്ട്രക്ക് ചെയ്തു, കൊത്തി. അഗെയിൻ ദ മംഗൂസ് സ്പ്രാങ് അസൈഡ്, വീണ്ടും ഈ കീരി എന്ത് ചെയ്തു, സ്പ്രാങ് ചാടി അങ്ങ് പോയി. ജംപ്ഡ് ഇൻ ആൻഡ് ബൈ ബിറ്റ്, എന്നിട്ട് വീണ്ടും ചാടി അകത്തേക്ക് വന്ന് ആരെ കടിച്ചു, ഈ പാമ്പിനെ കടിച്ചു. അതായത് ഈ കോബ്ര കൊത്തുന്നു, കീരി നൈസായിട്ട് എന്ത് ചെയ്യുന്നു, ചാടി മാറുന്നു, സൈഡിലേക്ക് വശത്തേക്ക് മാറുന്നു, എന്നിട്ട് പതുക്കെ മുമ്പോട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ആരെ കടിക്കുന്നു, ഈ പാമ്പിനെ കടിക്കുന്നു. അഗെയിൻ വീണ്ടും ദ ബേർഡ്സ് ഡൈവ്ഡ് അറ്റ് ദ സ്നേക്ക്, പഴയതുപോലെ തന്നെ ഈ പക്ഷികൾ എന്ന് വെച്ചാൽ ആരൊക്കെയാണ്, ഈ മൈനയും കാക്കയും എന്ത് ചെയ്യുന്നു, ഡൈവ് ചെയ്യുന്നു, പറന്ന് എന്ത് ചെയ്യുന്നു, അറ്റ് ദ സ്നേക്ക്, പാമ്പിന് നേർക്ക് വരുന്നു. ബംപ്ഡ് ഇൻടു ഈച്ച് അതർ, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്നു. ആൻഡ് ഇൻസ്റ്റഡ്, എന്നിട്ട് അതിനുശേഷം റിട്ടേൺഡ് സ്ട്രൈക്കിംഗ് ടു ദ സേഫ്റ്റി ഓഫ് ദ കാക്ടസ്, എങ്ങോട്ടേക്ക്, അല്പം ബഹളമൊക്കെ വെച്ചിട്ട് തിരിച്ച് ടു ദ സേഫ്റ്റി ഓഫ് ദ കാക്ടസ്, നമ്മുടെ ഈ കള്ളിമുൾ ചെടിയുടെ സേഫ്റ്റിയിലേക്ക്, സുരക്ഷിതത്വത്തിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഓരോ റൗണ്ടിലും ഇത് സംഭവിക്കുകയാണ്. പാമ്പ് കീരിയെ കൊത്തുന്നു, കീരി ഒഴിഞ്ഞു മാറിയിട്ട് പിന്നിൽ കൂടെ വന്ന് എന്ത് ചെയ്യുന്നു, ഈ പാമ്പിനെ പിടിക്കുന്നു. ഈ സമയത്ത് ഈ കാക്കയും മൈനയും കൂടെ എന്ത് ചെയ്യുന്നു, വന്ന് പാതിക്ക് വെച്ച് കൂട്ടിമുട്ടുന്നു, ബഹളം ഉണ്ടാക്കുന്നു, തിരിച്ചു പോകുന്നു. The third round followed the same course. മൂന്നാമത്തെ വട്ടവും അങ്ങനെ ഒന്നായി രണ്ടായി മൂന്നാമത്തെ റൗണ്ടാണ് ഇനി നടക്കാൻ പോകുന്നത്. തേർഡ് റൗണ്ട് ഫോളോഡ് ദ സെയിം കോഴ്സ്. ഇതേ രീതിയിൽ മൂന്നാമത്തെ വട്ടവും എന്ത് ചെയ്യാണ്, പോവുകയാണ്. ആസ് ദ ഫസ്റ്റ് ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് ഡിഫറൻസ്. പക്ഷെ ഈ മൂന്നാമത്തെ വട്ടം ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് ഡിഫറൻസ്, ഒരു നാടകീയമായിട്ടുള്ള വ്യത്യാസമുണ്ട്, ഒരു വലിയൊരു വ്യത്യാസം അവിടെ സംഭവിക്കുന്നുണ്ട്. The crow and the myna still determined to take part in the proceedings. ഈ കാക്കയും മൈനയും സ്റ്റിൽ ഡിറ്റർമൈൻഡ്, അവരപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറ്റർമൈൻ, നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. എന്താണ്? ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ്. ഈ നടപടിക്രമം എന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൽ പങ്കുചേരാനായിട്ട് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്, നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുകയാണ്. ഈ നടപടിക്രമം എന്ന് വെച്ചാൽ എന്താണ്? പാമ്പ് കൊത്തുന്നു, കീരി ഒഴിഞ്ഞു മാറുന്നു, പിന്നിൽ കൂടി വരുന്നു. ഈ സമയത്ത് ഈ കാക്കയും മൈനയും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വരുന്നു, പാതിക്ക് വെച്ച് കൂട്ടിമുട്ടുന്നു, തിരിഞ്ഞു പോകുന്നു. തിരിഞ്ഞെവിടെ പോയിരിക്കുന്നു? കാക്ടസ്, കള്ളിമുൾ ചെടിയിൽ പോയിരിക്കുന്നു. അതിൽ അവരപ്പോഴും എന്താണ്, ടു ടേക്ക് പാർട്ട് ഇൻ ദീസ് പ്രൊസീഡിങ്സ്, ഈ നടപടിക്രമവുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് അവർ തീരുമാനിച്ച് ഇരിക്കുകയാണ്. പക്ഷേ ബട്ട് ദിസ് ടൈം, ഈ മൂന്നാമത്തെ തവണ, ഓക്കെ, ഡൈവ്ഡ് അറ്റ് ദ കോബ്ര, ഇവരെന്ത് ചെയ്തു? ഡൈവ്ഡ് അറ്റ് ദ കോബ്ര, ഇവർ ഈ മൂർഖന് നേരെ പറന്നു വന്നു. ബട്ട് ദിസ് ടൈം, പക്ഷെ ഈ സമയത്ത് ദേ മിസ്ഡ് ഈച്ച് അതർ, ഇവരെന്ത് ചെയ്ത്? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിയില്ല. ദേ മിസ്ഡ് ഈച്ച് അതർ, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിയില്ല. ഈച്ച് അതർ ആസ് വെൽ ആസ് ദെയർ മാർക്ക്, ഇവർ എത്തേണ്ടടുത്ത് എന്ത് ചെയ്യുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല. ദ മൈന ഫ്ലൂ ഓൺ ആൻഡ് റീച്ച്ഡ് ഇറ്റ്സ് പെർക്ക്. ഈ മൈന എന്ത് ചെയ്തു? പാതി വരെ വന്നതിന് ശേഷം തിരിച്ച് അതുപോലെ എവിടെ പോയിരുന്നു? തന്റെ പെർച്ച് മീൻസ് എന്താണ്? ഇരിക്കേണ്ട, ഈ പക്ഷികൾ ഇരിക്കുന്ന ചില്ലയാണ് പെർച്ച് എന്ന് വിളിക്കുന്നത്. തന്റെ ചില്ലയിലേക്ക് പോയി ഇരുന്നു. പക്ഷേ ദ ക്രോ, നമ്മുടെ കാക്കയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ, ട്രൈ ടു പുൾ അപ്പ് ഇൻ മിഡ് എയർ. ഈ അന്തരീക്ഷത്തിൽ ഈ പാമ്പിന്റെ അടുത്ത് വരെ വന്നിരിക്കുകയാണ്. അവിടെ നിന്നിട്ട് ട്രൈ ടു പുള്ളപ്പ് മീൻസ് എന്താണ്? ടു കൺട്രോൾ എന്നാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്. കൺട്രോൾ ചെയ്ത് ആൻഡ് ടേൺ ബാക്ക്, എന്നിട്ട് തിരികെ, അല്ലെ, പാമ്പിന്റെ അടുത്ത് വരെ വന്നിട്ട് ഒന്ന് കൺട്രോൾ ചെയ്ത് തിരികെ പോകാനായിട്ട് നോക്കുകയായിരുന്നു. ഇൻ ദ സെക്കൻഡ്, ആ സമയത്ത്, ഒരു നിമിഷം കൊണ്ട്, ദാറ്റ് ഇറ്റ് took him to do this, അല്ലെ, ഒരു സെക്കൻഡ് കൊണ്ട് ഇത് ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ, the cobra whipped his head back. ഓക്കെ,
കോബ്ര ഈ മൂർഖൻ എന്ത് ചെയ്തു, നല്ലതുപോലെ പ്രഹരിച്ചു, അല്ലെങ്കിൽ എന്ത് ചെയ്തു, നല്ലപോലെ ഒരു അടി ആർക്ക് കൊടുത്തു, ഈ കാക്കയ്ക്ക് കൊടുത്തു, തന്റെ തലയിൽ കൊടുത്തു. ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, എന്നിട്ട് വളരെ ശക്തിയായിട്ട് ആര് കൊത്തി, ഈ കാക്കയെ ഈ മൂർഖൻ ഈ കോബ്ര എന്ത് ചെയ്തു, കൊത്തി, നല്ല ശക്തിയായിട്ട് കൊത്തി. ഹിസ് സ്നോട്ട്, സ്നോട്ട് മീൻസ് മോന്ത, അല്ലെങ്കിൽ എന്താണ്, ഈ ജീവികളുടെയൊക്കെ മുൻഭാഗത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സ്നൗട്ട് എന്ന് വിളിക്കുന്നത്. ഹിസ് സ്നൗട്ട് തട്ടിങ് അഗെയിൻസ്റ്റ് ദ ക്രോസ് ബോഡി, തന്റെ ഈ മോന്ത എന്ത് ചെയ്തു, തട്ടിങ് എന്ന് വെച്ചാൽ വളരെ ശക്തിയായിട്ട് വന്ന് വീഴുക, സ്നഡിങ് അഗെയിൻസ്റ്റ് ദ ക്രോസ് ബോഡി, ഈ കാക്കയുടെ ദേഹത്തേക്ക് വന്ന് പതിച്ചു. ഈ പാമ്പിന്റെ മോന്ത വന്ന് വധിച്ചാൽ എന്താ സംഭവിക്കാന്ന് നിങ്ങൾക്കറിയാം അല്ലെ? സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്തിട്ടുണ്ടാവും, ആ സമയത്ത് കൊണ്ട് കടിച്ചിട്ടുണ്ടാവും. ആരെ കടിച്ചു, ഈ കാക്കയെ ആര് കടിച്ചു, ഈ ജംഗിൾ ക്രോവിനെ ഈ കോബ്ര എന്ത് ചെയ്തു, ബൈറ്റ് ചെയ്തു, കടിച്ചു. ഓക്കെ, വളരെ ശക്തിയായിട്ട് കടിച്ചു. ഐ സോ ദ ബേർഡ്, ഞാൻ കണ്ടത് എന്താ, ദ ബേർഡ് ഫ്ലങ് നിയർലി 20 feet അക്രോസ് ദ ഗാർഡൻ, ഈ പൂന്തോട്ടത്തിൽ നിന്ന് ഒരു 20 അടി എന്ത് ചെയ്തു, ഈ പൂന്തോട്ടത്തിലൂടെ തെറിച്ചങ്ങ് പോയി. ഓക്കെ, ഒരു 20 അടി എന്ത് ചെയ്തു, തെറിച്ചു പോയി. ആര്, നമ്മുടെ ഈ കാക്ക. വേർ, അവിടെ. ആഫ്റ്റർ ഫ്ലട്ടറിങ് അബൌട്ട് ഫോർ എ വൈൽ, ഒരു അല്പനേരം എന്ത് ചെയ്തു, ഫ്ലട്ടർ മീൻസ് ചിറകിട്ടടിക്കുക, ഒരു അല്പനേരം ചിറകിട്ടൊക്കെ അടിച്ചതിന് ശേഷം എന്ത് ചെയ്തു, അതെന്ത് ചെയ്തു, ഇറ്റ് ലേ സ്റ്റിൽ, നിശ്ചലമായിട്ട് കിടന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഡൈഡ്. ഓക്കെ, അതെന്ത് ചെയ്തു, നിശ്ചലമായിട്ട് കിടന്നു. ദ മൈന റിമെയിൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ്, ഈ സമയത്ത് മൈന ഇതെല്ലാം കണ്ടുകൊണ്ട് റിമെയിൻഡ് ഇൻ ദ കാക്ടസ് പ്ലാന്റ്, മൈനയ്ക്ക് സമാധാനമായി അല്ലെ. മൈന എന്ത് ചെയ്തു, ഈ കള്ളിമുൾ ചെടിയിൽ റിമെയിൻ ചെയ്തു, ഇരുന്നു. വെരി വൈസ്ലി, വളരെ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ വളരെ വിവേകത്തോടെ. റിഫ്രൈൻഡ്, എന്തിൽ നിന്നും പിന്തിരിഞ്ഞു. ഫ്രം ഇന്റർഫിയറിംഗ് അഗെയിൻ, വീണ്ടും ഇവരുടെ ഈ പോരല് ഇടപെടാതെ ഇവരെന്ത് ചെയ്തു, ഇവര് പിന്തിരിഞ്ഞു. ദ കോബ്ര വാസ് വീക്കനിങ്, ഈ സമയം കൊണ്ട് ദ കോബ്ര, നമ്മുടെ ഈ മൂർഖൻ എന്ത് ചെയ്തു, ഇറ്റ് വാസ് വീക്കനിങ്, അതിന് ക്ഷീണമായി, അതിന് അല്പം കൂടെ ക്ഷീണം തോന്നി. ആൻഡ് ദ മംഗൂസ്, ഈ മംഗൂസ് എന്ത് ചെയ്തു, മംഗൂസിന് ക്ഷീണമൊന്നുമില്ല. വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്, പേടിയൊന്നുമില്ലാതെ എന്ത് ചെയ്തു, ആരുടെ അടുത്തേക്ക് വന്നു, ഈ പാമ്പിന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ എങ്ങനെയാണ് ഈ പാമ്പ് ഇങ്ങനെ കൊത്താനായിട്ടായി, പക്ഷെ ആ സമയത്ത് കീരി എന്ത് ചെയ്യും, ചാടി മാറും, വെട്ടിച്ചു മാറും. എന്നിട്ട് വീണ്ടും വന്ന് ഈ പാമ്പ് എന്ത് ചെയ്യുന്നു, കൊത്തിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ കീരി വന്ന് ആരെ പിടിക്കും, ആരെ കടിക്കും, ഈ പാമ്പിനെ പിടിക്കും. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കോബ്ര, ഈ മൂർഖൻ എന്ത് ചെയ്തു, ഏകദേശം വീക്കായി, തളർന്നു, ക്ഷീണിതനായി. പക്ഷെ ഈ കീരി എന്ത് ചെയ്തിട്ടില്ല, വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്, പേടിയൊന്നും കൂടാതെ ആരുടെ അടുത്തേക്ക് വരികയാണ്, ഈ കോബ്രയുടെ, ഈ മൂർഖന്റെ അടുത്തേക്ക് വരികയാണ്. റൈസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്, തന്റെ എന്താണ് കുഞ്ഞു കാലുകൾ കൊണ്ട് ഇങ്ങനെ നൂന്ന് നിന്നുകൊണ്ട്. ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ്, വളരെ എന്താണ് മിന്നൽ വേഗത്തിൽ അല്ലെ. ഹാഡ് ദ ബിഗ് സ്നാക്ക് ബൈ ദ സ്നോട്ട്, തന്റെ മോന്ത കൊണ്ട് ആരെ പിടിച്ചു, ഈ പാമ്പിനെ പിടിച്ചു. The cobra writhed. The cobra writhed. Writhed means എന്താണ്, ഞെളിപിരി കൊള്ളുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ശരീരം കൊണ്ട് ഇങ്ങനെ ഇളക്കുക. അതായത് ഈ പാമ്പ് ഇങ്ങനെ എന്താ ചെയ്യുക, ഞെളിപിരി കൊള്ളുക. ഓക്കെ, അതാണ് അതിന്റെ മലയാളം. ഓക്കെ, writhed and lashed about, അതിങ്ങനെ ചുഴറ്റുക അല്ലെ. അതിങ്ങനെ തന്റെ ശരീരം കൊണ്ട് ഈ പാമ്പ് എന്ത് ചെയ്യുന്നു, ചുഴറ്റുന്നു, ചുഴറ്റിയെറിയുന്നു. അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ, വളരെ പേടിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാണ്, അതിങ്ങനെ ഞെളിപിരി കൊള്ളുകയാണ്. ആൻഡ് ഇവൻ കോൾഡ് ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ്, അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ കീരി എന്തും ചെയ്യുന്നുണ്ട്, ചുറ്റി വരിയുന്നുണ്ട്. ആര്, ഈ കോബ്ര. ഓക്കെ, ഈ മൂർഖൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കീരിയെ ചുറ്റി വരിയാനും നോക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ആൾ ടു നോ അവൈൽ, പക്ഷെ ഇതൊക്കെ എന്തായിരുന്നു, വെറുതെ ആയിരുന്നു. ദ ലിറ്റിൽ ഫെലോ ഹങ് ഗ്രിംലി ഓൺ, നമ്മുടെ ഈ കീരി ഉണ്ടല്ലോ, ഹങ് ഗ്രിംലി, വളരെ ഗൗരവത്തോടെ, വളരെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്തു, കടിച്ചു പിടിച്ചേക്കാണ് ആരെ, ഈ പാമ്പിനെ. until the snake had ceased to struggle, ഈ പാമ്പിന്റെ അവസാനം വരെ അല്ലെ, ഈ പാമ്പ് ceased to struggle അല്ലെ, പാമ്പ് മിണ്ടാതാകുന്നത് വരെ, അത് എതിർക്കാതിരിക്കുന്നത് വരെ, അതായത് ഇത് കീഴടങ്ങുന്നത് വരെ അത് വളരെ എന്ത് ചെയ്തു, നല്ല രീതിയിൽ എന്ത് ചെയ്തു, കടിച്ചു പിടിച്ചു. ആര്, ഈ കീരി. ഓക്കെ, he then, അതിനുശേഷം സ്മെൽറ്റ് അലോങ് ഇറ്റ്സ് ക്യൂറിംഗ് ലെങ്ത്, അത് എന്ത് ചെയ്തു, ഈ പാമ്പിന്റെ ക്യൂറിംഗ് മീൻസ് വിറയ്ക്കുന്ന, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന, കമ്പനം ചെയ്യുന്ന ലെങ്ത്, ആ നീളം മുഴുവനും ഇങ്ങനെ മണപ്പിച്ചു നോക്കി. ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് അറൗണ്ട് ദ ഹൂഡ്, എന്നിട്ട് വീണ്ടും
അതെന്ത് ചെയ്യുന്നു, ഗ്രിപ്പിംഗ് ഇറ്റ് അറൌണ്ട് ദ ഹുഡ്, ഈ പാമ്പിന്റെ പത്തിയിൽ പിടിച്ചുകൊണ്ട് ഗ്രിപ്പ് ചെയ്തുകൊണ്ട് ഡ്രാഗ്ഡ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്, ഇതിനെ എങ്ങോട്ടേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോയി, ബുഷസ് അല്ലെ, ബുഷസ് മീൻസ് പൊന്തക്കാട്ടിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോയി. അതായത് അവസാനം നമ്മുടെ കീരി ആരെ തോൽപ്പിച്ചു, ഈ പാമ്പിനെ തോൽപ്പിച്ചു. ദ മൈന ഡ്രോപ്ഡ് കോഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്. ഈ സമയത്ത് ഈ പാമ്പിനെയും കൊണ്ട് കീരി പോയ ഈ സമയത്ത് ദ മൈന, നമ്മുടെ മൈന എന്ത് ചെയ്തു, കാണികളിൽ ഒരാൾ എന്ത് ചെയ്തു, അങ്ങ് പോയി എന്ത് ചെയ്യാണ്, മരിച്ചു കിടക്കുകയാണ്. രണ്ടാമത്തെ ആളാണ് ആര്, ഈ മൈന. പിന്നെ വേറൊരാളുണ്ട്, അദ്ദേഹമാണ് ഈ കഥ എന്ത് ചെയ്യുന്നത്, നരേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ 3 കാണികളാണ് ഈ സംഭവത്തിനുള്ളത്. അപ്പൊ ഈ മൈന എന്ത് ചെയ്തു, ഡ്രോപ്ഡ് കോഷ്യസ്ലി, വളരെ ജാഗ്രതയോടെ, ടു ദ ഗ്രൗണ്ട്, നിലത്തേക്ക് വരുന്നു. ഹോപ്ഡ് അബൌട്ട്, 1-2 ചാട്ടമൊക്കെ ചാടുന്നു. പിയേർഡ് ഇൻ ടു ദ ബുഷസ്, എന്നിട്ട് എങ്ങോട്ടേക്ക് നോക്കുന്നു, ബുഷസ്, പൊന്തക്കാട്ടിലേക്ക് ഇങ്ങനെ ഉറ്റു നോക്കുന്നു. ഫ്രോം എ സേഫ് ഡിസ്റ്റൻസ്, എവിടെ നിന്നാണ്, ഒരല്പം നല്ല സുരക്ഷിതമായ അകലത്തിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അകത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്. ആൻഡ് ദെൻ അതിനുശേഷം വിത്ത് ഷ്രിൽ ക്രൈ അല്ലെ, എന്താണ്, വളരെ നല്ല ഉച്ചത്തിലുള്ള ശബ്ദത്തോടു കൂടി അല്ലെ, കരച്ചിലോട് കൂടി, ഓഫ് കൺഗ്രാറ്റുലേഷൻസ്, എന്തിന്റെയാണ്, അഭിനന്ദനങ്ങൾ അല്ലെ, ഈ കീരിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരല്പം ചിലച്ചുകൊണ്ട് അല്ലെ, അഭിനന്ദിച്ചുകൊണ്ട് ചിലച്ചുകൊണ്ട് ഫ്ലൂ അവേ, ആര് പറന്നുപോയി, ഈ മൈന പറന്നുപോയി. മൈനക്ക് എന്ത് ചെയ്തു, സന്തോഷമായി. ആരെ കൊന്നത് കണ്ടിട്ട്, ഈ മൂർഖനെ കൊന്നത് കണ്ടിട്ട് ആർക്ക് സന്തോഷമായി, മൈനയ്ക്ക് സന്തോഷമായി. ഓക്കെ, അങ്ങനെ ഈ മൈന എന്ത് ചെയ്തു, പോയി. When I had also made a cautious descent from the tree, ഞാനും എന്ത് ചെയ്തു, കോഷ്യസ്, വളരെ ജാഗ്രത, കോഷ്യസ് മീൻസ് ജാഗ്രതയോടുകൂടി, ഡിസെൻഡ് ഫ്രോം ദ ട്രീ, ഡിസെൻഡ് മീൻസ് താഴേക്ക് ഇറങ്ങുക, ഫ്രോം ദ ട്രീ, മരത്തിൽ നിന്ന് വളരെ ജാഗ്രതയോടെ, വളരെ സൂക്ഷിച്ച് താഴേക്ക് ഇറങ്ങി. ആൻഡ് റിട്ടേൺ ടു ദ ഹൗസ്, ഞാൻ വീട്ടിലേക്ക് തിരികെ പോയി. ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ്, ഞാൻ ആരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മുത്തശ്ശനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഐ ഹാഡ് സീൻ, ഞാൻ ഈ കണ്ട യുദ്ധത്തിന്റെ കഥയെല്ലാം പറഞ്ഞു. ഹി വാസ് പ്ലീസ്ഡ്, അദ്ദേഹത്തിന് സന്തോഷമായി. പ്ലീസ് മീൻസ് സന്തോഷം എന്നൊരു മീനിങ് കൂടെ ഉണ്ട്. ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് മംഗൂസ് ഹാഡ് വോൺ, കീരി ജയിച്ചു എന്ന് കേട്ടപ്പോൾ ആർക്ക് സന്തോഷമായി, മുത്തശ്ശന് സന്തോഷമായി. ഹി ഹാഡ് എൻകറേജ്ഡ് ഇറ്റ് ടു ലിവ് ഇൻ ദ ഗാർഡൻ, മുത്തശ്ശൻ ആണ് എന്ത് പ്രോത്സാഹിപ്പിച്ചത്, ഈ കീരിയെ അവിടെ വളരാനായിട്ട് പ്രോത്സാഹിപ്പിച്ചത് അല്ലെങ്കിൽ അനുവദിച്ചത് ആരാണ്, മുത്തശ്ശനാണ്. ഓക്കെ, ടു ലിവ് ഇൻ ദ ഗാർഡൻ, ഈ പൂന്തോട്ടത്തിൽ വളരാനായിട്ട് അനുവദിച്ചത് മുത്തശ്ശനാണ്. ടു കീപ്പ് അവേ ദ സ്നേക്സ്, അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, ടു കീപ്പ് അവേ ദ സ്നേക്സ്, പാമ്പുകളെ അകറ്റി നിർത്താൻ അല്ലെങ്കിൽ പാമ്പുകൾ ഇല്ലാതാക്കാനായിട്ടാണ് അതിനെ വളർത്തിയത്. ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രോം ദ കിച്ചൺ, പതിവായി എന്ത് കൊടുക്കുമായിരുന്നു, സ്ക്രാപ്സ് മീൻസ് കഷ്ണങ്ങൾ, അവശിഷ്ടങ്ങൾ, ഫ്രോം ദ കിച്ചൺ, അടുക്കളയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ആർക്ക് കൊടുക്കുമായിരുന്നു, ഈ കീരിക്ക് കൊടുക്കുമായിരുന്നു. ഈ പാമ്പിനെ പിടിക്കും എന്ന വിശ്വാസത്തോടെ ഈ കീരിക്ക് കൊടുക്കുമായിരുന്നു. ഹി ഹാഡ് നെവർ ട്രെയിമിങ് ഇറ്റ്, അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്യാൻ ശ്രമിച്ചില്ല, ടൈം ചെയ്യുക മീൻസ് ഇണക്കുക. ആരെ ഇണക്കാനായിട്ട് നോക്കിയില്ല, ഈ കീരിയെ ഇണക്കാനായിട്ട് നോക്കിയില്ല. ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ, കാരണം ഇദ്ദേഹത്തിന് അറിയാം വൈൽഡ് മംഗൂസ് അല്ലെ, കാട്ടിലെ കീരിയാണ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ അല്ലെ, വീട്ടിൽ വളർത്തുന്ന കീരിയേക്കാളും ഉപയോഗമുള്ളത് ആരെയാണ്, ഈ കാട്ടിൽ വളർത്തുന്ന കീരിയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് ചില ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു വശത്ത് നമുക്ക് കാണാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, 11ാമത്തെ ചോദ്യം, വാട്ട് വെയർ ദ റിയാക്ഷൻ ഓഫ് ദ സ്പെക്ടാറ്റേഴ്സ് വെൻ ദ കോബ്ര സ്ട്രക്ക്. കോബ്ര, നമ്മുടെ ഈ പാമ്പ് കൊത്തുമ്പോൾ ഈ സ്പെക്ടാറ്റേഴ്സ് മീൻസ് ഈ മൈനയുടെയും കാക്കയുടെയും റിയാക്ഷൻ എന്തായിരുന്നു അല്ലെ. ദേ ഹേർഡ് അല്ലെങ്കിൽ ദേ ഡൈവ്ഡ് ടു ദ സ്നേക്ക് അല്ലെ, ഇവരെന്ത് ചെയ്യും, സ്നേക്കിന്റെ അടുത്തേക്ക് ഡൈവ് ചെയ്യും. ഓൺ ദ മിഡ് എയർ അല്ലെ, മിഡ് എയറിൽ വെച്ച്, അന്തരീക്ഷത്തിൽ വെച്ച്, ദേ കൊളൈഡഡ് ഈച്ച് അതർ, ഇവരെന്ത് ചെയ്യും, കൂട്ടിമുട്ടും. ആൻഡ് ദേ റിട്ടേൺഡ് ടു ദ സേഫ്റ്റി ഓഫ് ദ കാക്ടസ്, അവിടെ നിന്ന് അവരെന്ത് ചെയ്യും, തിരിച്ച് ഈ കാക്ടസിന്റെ അടുത്തേക്ക് അല്ലെ, ഈ കല്ലുമുൾ ചെടിയിലേക്ക്, അതിന്റെ സുരക്ഷിതത്വത്തിലേക്ക് മടങ്ങും. അതാണ് അവർ ചെയ്യുന്ന റിയാക്ഷൻ എന്നുള്ളത്. ഓക്കെ, അടുത്ത, ഹൗ ഡിഡ് ദ ക്രോ പുഷ് ഇറ്റ്സെൽഫ് ഇൻടു ട്രബിൾ, എങ്ങനെയാണ് ഈ കാക്ക സ്വയം അപകടത്തിലായത് അല്ലെങ്കിൽ വിഷമത്തിലായത് എന്നാണ്. എങ്ങനെയാണ്,
അത് നിങ്ങൾക്ക് അറിയാം അല്ലെ. എങ്ങനെയാണ് ദ മൈന ഓൺ ദ തേർഡ് റൗണ്ട്, മൂന്നാമത്തെ റൗണ്ടിൽ ദ മൈന ആൻഡ് ക്രോ ഡൈവ്ഡ് അറ്റ് ദ സ്നേക്ക്. ഈ മൈനയും ഈ കാക്കയും എന്ത് ചെയ്യുന്നു, പാമ്പിന്റെ അടുത്തേക്ക് ഡൈവ് ചെയ്യുന്നു. ദേ മിസ്ഡ് ഈച്ച് അതർ, അവരെന്ത് ചെയ്യുന്നു, ഇവര് കൊളൈഡ് ചെയ്യാതെ മിസ് ചെയ്യുന്നു. ദ ക്രോ വാസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്നേക്ക് അല്ലെ. ഈ കാക്ക ആരുടെ അടുത്ത് അകപ്പെടുന്നു, ഈ പാമ്പിന്റെ അടുത്ത് അകപ്പെടുന്നു. ദ കോബ്ര സ്ട്രക്ക് ഇറ്റ് അല്ലെ, ഈ കോബ്ര അതിനെ കൊത്തി, അതാണ് സംഭവിച്ചത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മൈന സെഡ് ടു ബി വൈസ്? എന്തുകൊണ്ടാണ് മൈന എന്ത് ചെയ്തത് വൈസ് ആണ് എന്ന് പറയാൻ കാര്യം എന്താണ്? വെൻ ദ മൈന സോ ദ ഫേറ്റ് ഓഫ് ദ ക്രോ അല്ലെ, ഈ കാക്കയുടെ വിധി ആര് കണ്ടു? ഈ മൈന കണ്ടപ്പോൾ ദ മൈന തോട്ട് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഹിസ് ജോബ് ടു ഇന്റർഫിയർ ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ മംഗൂസ് ആൻഡ് കോബ്ര. ഈ മൈനക്ക് എന്ത് മനസ്സിലായി? എന്റെ ജോലി ഇതല്ല, ആര് തമ്മിലുള്ള യുദ്ധത്തിൽ ഇടപെടലല്ല, ഇവര് തമ്മിലുള്ള യുദ്ധത്തിൽ ഇടപെടലല്ല. അതുകൊണ്ട് ഇറ്റ് ടുക്ക് എ വൈസ് ഡിസിഷൻ ടു റിഫ്രെയിൻ ഫ്രം ടേക്കിംഗ് പാർട്ട് ഓഫ് ദിസ് പ്രൊസീഡിങ്സ്. ഇതിൽ നിന്നും വിട്ടു നിൽക്കാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, ഹു വോൺ ദ ബാറ്റിൽ? ആരാണ്, അടുത്ത ചോദ്യമാണ്, ആരാണ് ഈ യുദ്ധത്തിൽ ജയിച്ചത്? ദ മംഗൂസ് വോൺ ദ ബാറ്റിൽ. വാട്ട് മേഡ് ദ മൈന പിയർ ഇൻ ടു ദ ബുഷസ്? എന്തിനാണ് ഈ മൈന എന്ത് ചെയ്തത്, കുറ്റിക്കാട്ടിലേക്ക് ഇങ്ങനെ പിയർ ചെയ്തത് അല്ലെ? ദ മൈന വാസ് വില്ലിംഗ്, ദ മൈന വാസ് കൺഗ്രാറ്റുലേറ്റിംഗ് ദ മംഗൂസ്. മൈന എന്ത് ചെയ്യായിരുന്നു, ഈ മംഗൂസിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യായിരുന്നു, അഭിനന്ദിക്കുകയായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് പ്രിവെന്റഡ് ഗ്രാൻഡ് ഫാദർ ഫ്രം ടേമിംഗ് ദ മംഗൂസ്? എന്തുകൊണ്ടാണ് മുത്തശ്ശൻ എന്ത് ചെയ്യാതിരുന്നത്, ഈ കീരിയെ ഇണക്കാത്തത്? എന്തുകൊണ്ടാണ്? ഗ്രാൻഡ് ഫാദർ ന്യൂ ദാറ്റ് എ വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. കാട്ടിലെ മംഗൂസ് ആണ് വീട്ടിൽ വളർത്തുന്ന മംഗൂസിനേക്കാളും ഉപയോഗമുള്ളത് എന്ന് മുത്തശ്ശൻ കരുതിയത് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, ടൈം ചെയ്യാത്തത് അല്ലെങ്കിൽ ഇണക്കി വളർത്താത്തത് എന്നാണ് അവിടെ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഫ്രം ദ ബനിയൻ ട്രീ, നമ്മൾ ഈ ആൽമരത്തിൽ നിന്നുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഞാൻ കണ്ടു, എന്താ കണ്ടത്? ദ മംഗൂസ് പെട്രോളിംഗ് ദ ഫോർ കോർണേഴ്സ് ഓഫ് ദ ഗാർഡൻ. ഈ പൂന്തോട്ടത്തിന്റെ 4 വശങ്ങളും പെട്രോൾ മീൻസ് റോന്ത് ചുറ്റുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചുറ്റി നടക്കുക. ഓക്കെ, പാമ്പാണോ ഉണ്ടോ എന്ന് നോക്കി നടക്കുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പെട്രോളിംഗ് ദ ഫോർ കോർണേഴ്സ് ഓഫ് ദ ഗാർഡൻ. ആൻഡ് ഓൺസ്, ഒരു ദിവസം, ഐ സോ ഹിം വിത്ത് ആൻ എഗ് ഇൻ ഹിസ് മൗത്ത്. ഈ മംഗൂസിന്റെ വായിൽ എന്തുണ്ടായിരുന്നു, ഒരു എഗ്, മുട്ടയുണ്ടായിരുന്നു. ആൻഡ് ന്യൂ ഹി ഹാഡ് ബീൻ ഇൻ ദ പോൾട്രി ഹൗസ്. ഇതെവിടെയായിരുന്നു? അത് പോൾട്രി ഹൗസ്. പോൾട്രി മീൻസ് കോഴിയൊക്കെ ഇടുന്ന കൂട്. കോഴിക്കൂട്ടിലായിരുന്നു ആര്, ഈ മംഗൂസ് എന്ന് മനസ്സിലാക്കാം. ബട്ട് ഹി ഹാഡന്റ് ഹാംഡ് ദ ബേർഡ്സ്. പക്ഷെ അവൻ ആരെ ദ്രോഹിച്ചിട്ടില്ല? പക്ഷികളെ, കോഴിയൊന്നും ദ്രോഹിച്ചിട്ടില്ല. ആൻഡ് ഐ ന്യൂ, എനിക്കറിയാം, ഗ്രാൻഡ് മദർ വുഡ് ഫോർഗിവ് ഹിം. മുത്തശ്ശി എന്ത് ചെയ്യും, അവന് മാപ്പ് കൊടുക്കും. ഫോർ സ്റ്റീലിംഗ്, എന്തിൽ നിന്ന്, ഈ മോഷണം ചെയ്തതിൽ മാപ്പ് കൊടുക്കും. ആസ് ലോങ് ആസ് ഹി കെപ്റ്റ് ദ സ്നേക്ക് അവേ ഫ്രം ദ ഹൗസ്. വീട്ടിൽ നിന്നും പാമ്പുകളെയൊക്കെ തുരത്തുന്നിടത്തോളം കാലം മുത്തശ്ശി എന്ത് ചെയ്യും, ഈ ചെറിയ തെറ്റിന് എന്ത് ചെയ്യും, മാപ്പ് കൊടുക്കും. ഈ മുട്ടയൊക്കെ മോഷ്ടിക്കുന്നതിനൊക്കെ ആര് മാപ്പ് കൊടുക്കും? ആരെന്ത് ചെയ്യില്ല, വലിയ പ്രശ്നമാക്കില്ല, മുത്തശ്ശി വലിയ പ്രശ്നമാക്കില്ല. അപ്പൊ ഇതാണ് ഈ മംഗൂസും സ്നേക്കും തമ്മിലുള്ള ഫൈറ്റിനെ പറ്റി നമ്മൾ ഈ കഥയിൽ പഠിക്കുന്നത്. ഇനി ഇതിനേക്കാൾ രസകരമായിട്ടുള്ള മറ്റൊരു ഇൻസിഡന്റ് ഈ കഥയിലുണ്ട്. ആ ഇൻസിഡന്റിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. അതിനു മുമ്പ് 16ാമത്തെ ചോദ്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. വൈ വുഡ് ഗ്രാൻഡ് മദർ ഫോർഗിവ് ദ മംഗൂസ് ഫോർ സ്റ്റീലിംഗ് ദ എഗ്സ്? എന്തുകൊണ്ടാണ് മുത്തശ്ശി ഈ കീരി മുട്ട മോഷ്ടിക്കുന്നത് മാപ്പ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാക്കാത്തത്? Grandmother knew that the mongoose was useful and the mongoose would keep away the snakes. മുത്തശ്ശിക്ക് അറിയാം ഈ കീരി ഉപയോഗമുള്ളവനാണ്, അതുപോലെ പാമ്പിനെയൊക്കെ എന്ത് ചെയ്യും, തുരത്താൻ കെൽപ്പുള്ളവനാണ് എന്ന് മുത്തശ്ശിക്ക് അറിയാം. ബിക്കോസ് ഓഫ് ദിസ് റീസൺ, ഈ ഒരു കാരണം കൊണ്ടാണ് ഗ്രാൻഡ് മദർ ഫോർഗിവ് ദ മംഗൂസ് ഫോർ സ്റ്റീലിംഗ് ദ എഗ്സ്. മുട്ട മോഷ്ടിക്കുന്ന പോലെയുള്ള ചെറിയ പെറ്റി ക്രൈംസ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ എന്ത് ചെയ്യും, മുത്തശ്ശി എന്ത് ചെയ്യും, മാപ്പ് കൊടുക്കും, അല്ലെങ്കിൽ വലിയ പ്രശ്നമാക്കില്ല എന്നാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് നമ്മുടെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ അല്ലെങ്കിൽ ആൽമരത്തിലെ സാഹസങ്ങൾ എന്ന കഥയിലെ വളരെ 3 പ്രധാനപ്പെട്ട ഇൻസിഡൻസ് ആണ് അതിൽ പറയുന്നത്. അതിലെ ഒരു ഇൻസിഡന്റ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പൊ ഇന്ന് പഠിച്ച ഈ ഭാഗം
നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതാനായിട്ട് ശ്രമിക്കുക. സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ പകർത്തി എഴുതാനായിട്ട് ശ്രമിക്കുക, കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.